പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ജീസസ്. സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞാൽ പകലിന്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്നും പകലിലും ആമേൻ താങ്ങായി തണലായി നമ്മോട് കൂടെയിരുന്ന് അത്ഭുതകരമായി അതിശയകരമായി നാളിതുവരെ നമ്മെ നടത്തിയ നമ്മുടെ കർത്താവിനെ ഹല്ലേലൂയ നന്ദിയോടെ കരങ്ങൾ തട്ടി കർത്താവിന്റെ സ്തോത്രം ചെയ്യാൻ. ഭാരങ്ങളുടെയും വേദനകളുടെയും കഷ്ടതകളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ തളരാതെ കണ്ട് തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ആമേൻ, ലോകത്തെ രക്ഷിപ്പാനാണ്. ലോകത്തെ സ്നേഹിപ്പാൻ, നിത്യസ്നേഹം കൊണ്ട് ആമേൻ സ്നേഹിപ്പാൻ ഈ ഭൂമിയിലേക്ക് വന്ന കർത്താവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ കൃപ ലഭിച്ചവർ ആമേൻ ഇന്ന് രാത്രി ഈ ലൈവിൽ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഒരാമേൻ പറഞ്ഞ് ആ കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുക്കാൻ. ഹല്ലേലൂയ. കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിയുന്ന ദൈവം. ഇന്ന് പകലിലും അനേകം പ്രിയപ്പെട്ടവർ വളരെ നിരാശയോടെ കണ്ണുനീരോടെ ആയിരിക്കുവാൻ തക്കൊണ്ണം ഇടയായിരുന്നു. പലരും അവരുടെ സങ്കടങ്ങൾ പങ്കുവെക്കുവാനിടയായി വളരെ പ്രതീക്ഷയോടെ നൊന്തു പറ്റ മക്കൾ വളരുന്നത് കണ്ട മാതാപിതാക്കൾ ആമേൻ അവര് തകരുന്നത് കണ്ട് അവരുടെ ആമേൻ വേദന കണ്ട് നിരാശരായി. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി ഒരമ്മയുടെ കണ്ണിന്റെ ആമേൻ അതെ വേദന, ആ ഹൃദയത്തിന്റെ വേദന, അതെ ആ മരുഭൂമിയിൽ ഒക്കത്തിരുന്ന കുഞ്ഞിനെ ആമേൻ അമ്പമ്പാട് ദൂരത്ത് മാറ്റി കിടത്തിയിട്ട് കുഞ്ഞിന്റെ മരണം കാണുവാൻ എനിക്ക് കഴിയത്തില്ലെന്ന് പറഞ്ഞ് നിലവിളിച്ച ആ മാതാവിന്റെ കുഞ്ഞിന്റെ നിലവിളി, ആമേൻ, ആ കുഞ്ഞിന്റെ നിലവിളി കേട്ട ദൈവം ആമേൻ ആ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു, ഹഗരേ നിനക്ക് എന്ത് ഇവിടെ കാര്യം? ആമേൻ, കുഞ്ഞ് കിടക്കുന്നിടത്ത് നീരുറവ തുറന്നിരിക്കുന്നു. ഇന്ന് ഈ രാത്രിയിലും ആമേൻ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, കുഞ്ഞ്, അതെ നിന്റെ വിഷയത്തിന്റെ ആമേൻ അതെ ആ കാഠിന്യത ആമേൻ നിന്നെ കണ്ണീർ കയത്തിൽ ആമേൻ താഴ്ത്തിക്കൊണ്ടിരിക്കുന്നെങ്കിൽ അതിനകത്ത് നിന്ന് നിന്നെ കൈപിടിച്ചുയർത്തുവാൻ ശക്തനായവൻ ഒരുവനെയുള്ളൂ. അത് ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ പിതാവായ ദൈവം അയച്ച ദൈവത്തിന്റെ പുത്രനായ യേശുവാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ആ കർത്താവിനെ കുറിച്ചുള്ള വചനം ശുശ്രൂഷിപ്പാൻ എന്നെ പ്രാപ്തരാക്കി നിർത്തിയ കർത്താവിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആമേൻ ഈ കൂട്ടായ്മയുടെ അനുഗ്രഹത്തിനായി നമ്മൾ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഭാരങ്ങളും വേദനകളും നിരാശകളും കഷ്ടതകളും കൊണ്ട് നിറഞ്ഞ ലോകത്ത് ഈ ലോകം നൽകാത്ത സമാധാനം, ഈ ലോകം നൽകാത്ത സന്തോഷം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നുവെന്ന് പറഞ്ഞ കർത്താവിന്റെ ആ ദിവ്യ സമാധാനവും സന്തോഷവും അനുഭവിച്ചു ജീവിക്കുവാൻ വിളിക്കപ്പെട്ട ദൈവജനത്തിന്റെ മുമ്പിലുള്ള പ്രതികൂലങ്ങളെ അതിജീവിച്ച് മുമ്പോട്ട് പോകുവാൻ ഉതകത്തക്ക വിധത്തിൽ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയവൻ, ഉയർന്നു പോകിയ തിരമാലകളെ ശാസിച്ച് ഈശാന മൂലമാകുന്ന കാറ്റുകളെ ആമേൻ നീക്കി സുരക്ഷിതമായി പടകിനെ മുമ്പോട്ട് പോകുവാൻ ശിഷ്യന്മാരെ അനുവദിച്ച ദൈവം ഇന്ന് പകലിലും ആമേൻ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം നൽകിയ ദൈവത്തിന്റെ സന്നിധിയിലായിരുന്ന അങ്ങയുടെ മക്കളെ അവിടെവിടങ്ങളായി സൂക്ഷിച്ച പരിപാലിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി കരുണയ്ക്കായി ഞാൻ എനിക്ക് നന്ദി പറയുന്ന കർത്താവേ, ഉപവാസ പ്രാർത്ഥനയുടെ 24ാമത്തെ രാത്രിയിലും സമാധാനത്തോടെ, സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ ദൈവസന്നിധിയിൽ നിൽപ്പാൻ എന്നെ ആമേൻ യോഗ്യനാക്കിയ കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ ആരെങ്കിലും ഈ ലൈവിൽ ആയിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് ഓരോ വ്യക്തി ജീവിതങ്ങളെയും അവിടുന്ന് നിറയ്ക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രിയിലും ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുമ്പോൾ ചില പാപികൾ മനം തിരിയുവാൻ, അതേ പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, രോഗികൾ സൗഖ്യമാകുവാൻ ഉതകുന്ന ജീവന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിലും വിശ്വസിക്കുന്നവരുടെ മേൽ പകരുവാൻ അങ്ങ് ശക്തനായ ദൈവമാകയാ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. ഇന്ന് പകലിലും അടിയന്റെ പ്രിയപ്പെട്ടവൾ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്ര
ബന്ധുമിത്രാദികൾ കൂടപ്പിറപ്പ് ആയിരുന്നെടുത്ത് എണ്ണത്തിൽ ആരും കുറയാതെ എല്ലാവരെയും അവിടെ ഇവിടങ്ങളായി സൂക്ഷിച്ച പരിപാലിച്ച ദൈവകൃപയ്ക്കായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ രാത്രി ഞങ്ങളോടൊപ്പം ഈ ലൈവിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ആരെങ്കിലും ദുഃഖിതരായി, ക്ഷീണിതരായി, ഭാരത്തോടെ, വേദനയോടെ, ആശയത്തിന് കഴിയുന്നുവെങ്കിൽ ഹല്ലേലൂയ, പ്രത്യാശ നൽകി ഇന്ന് രാത്രി അവിടുത്തെ ആത്മാവിനാൽ നിറച്ച് അത് ചിറകടിച്ചുയരുന്ന കഴുകന്മാരെ പോലെ ആമേൻ ഉയർന്ന് അതേ പൊങ്ങത്തക്ക വിധത്തിൽ ആത്മാവിന്റെ അഭിഷേകം ആമേൻ അങ്ങയെ കാത്തിരിക്കുന്ന തന്റെ ജനത്തിന്മേൽ അങ്ങ് പകരണമേ. അന്ത്യകാലത്ത് സകല ജനത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ ആ കർത്താവിന്റെ വചനത്തെ ആശ്രയിക്കുന്നവര് ലക്ഷിച്ചു പോകാതെ അവരുടെ മുഖം പ്രകാശപൂരിതമാകത്തക്ക വിധത്തിൽ പരിചയായി, രക്ഷയായി, സങ്കേതമായി, കോട്ടയായി വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം ഇസ്രായേൽ ജനത്തിന് പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തംഭമായി അവരോട് കൂടെയിരുന്ന് അവരെ അത്ഭുതകരമായി വഴി നടത്തിയ, അവരുടെ മുമ്പിൽ ഉയർന്നു നിന്ന് ചെങ്കടലിനെ വിഭജിച്ചവൻ, യോർദാനെ വിഭജിച്ചവൻ, മാറിയെ മധുരമാക്കിയവൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി അവിടുത്തെ മുഴു സാന്നിധ്യവുമായി ഞങ്ങളുടെ നടുവിൽ ആമേൻ ഇറങ്ങി വന്നിരിക്കുന്ന ദൈവകൃപയ്ക്കായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ. പ്രതീക്ഷയോടെ, വിശ്വാസത്തോടെ ഇന്ന് രാത്രിയിലും ആമേൻ അങ്ങയുടെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊടുവാൻ ആ കേട്ട ശബ്ദം ആ കാലുകളെ അരുമനാഥന്റെ അടുത്തേക്ക് നയിച്ചതുപോലെ ചില വ്യക്തികൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരായിരിക്കുന്ന ആ പ്രതികൂലത്തിൽ നിന്ന് എഴുന്നേറ്റ് അങ്ങയെ തൊടുവാൻ, അങ്ങയെ വിശ്വസിക്കുവാൻ, ഇന്ന് രാത്രി അതേ കൃപ പ്രാപിപ്പാൻ, ബലപ്പെടുവാൻ ഉതകുന്ന ജീവന്റെ വചനം ആമേൻ ശുശ്രൂഷിപ്പാൻ അടിയനെ ശക്തീകരിച്ചാട്ട് അതേ ജനത്തെ അവിടുന്ന് ബലപ്പെടുത്തിയാട്ട് മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സന്തോഷമുള്ളവർ കരങ്ങളെ അടിച്ച് കർത്താവിന് മടുത്ത് കൊടുത്താട്ട് ഇന്ന് രാത്രിയിലും ചിരിച്ചോണ്ടൊരു ഹാലലിയ പറഞ്ഞാൽ ഹാലലിയ. കണ്ണുനീരോടെ ഹാലലിയ പറയുന്നവരുണ്ട്, നിരാശയോടെ സ്തോത്രം പറയുന്നവരുണ്ട്. കാരണം എന്താ? ജീവിതത്തിന്റെ മുമ്പിൽ ആമേൻ എത്തിപ്പിടിക്കാമെന്ന് വിചാരിച്ചതെല്ലാം കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുകയാ. ആമേൻ എന്റെ കഴിവ് കൊണ്ട്, എന്റെ പണം കൊണ്ട്, എന്റെ പ്രാപ്തി കൊണ്ട്, എന്റെ കായിക ബലം കൊണ്ട് നേടിയെടുക്കാമെന്ന് പറഞ്ഞ പലരും ആമേൻ അവരുടെ പ്രതീക്ഷകളെല്ലാം തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, അതെ വളരെ ആവേശത്തോടുകൂടെ തുടങ്ങിയ പലതും അത് പൂർത്തീകരിക്കാൻ കഴിയാതെ പാതി വഴിയിൽ നിലച്ചു ഇരിക്കുമ്പോൾ ഹല്ലേലൂയ, ഇന്ന് രാത്രി ആമേൻ വിളിച്ചവൻ വിശ്വസ്തനാ. അവൻ വാക്ക് പറഞ്ഞിട്ട് അത് മറന്നു കളയുന്നവനല്ല, അവൻ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നവനല്ല, അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവനായ ദൈവം ഇന്ന് രാത്രിയിലും കരയുന്ന കാക്കക്കുഞ്ഞിന് അതിൻ്റെതാകുന്ന തീ എത്തിച്ചു കൊടുക്കുന്നത് ആരെന്ന് ഭക്തനായ ഇയ്യോബിനോട് ചോദിച്ച അവന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ച് ഹല്ലേലൂയ നഷ്ടപ്പെട്ടതിനെ തിരികെ കൊടുക്കുവാൻ ശക്തനായ ദൈവം ഹല്ലേലൂയ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. ചേർന്ന് പാടി നമ്മുടെ കരങ്ങളെ അടിച്ച് നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. എന്റെ ദൈവത്താലെല്ലാം സാധ്യം, എന്റെ ദൈവത്താലെല്ലാം സാധ്യം, എന്റെ ദൈവത്താലെല്ലാം സാധ്യം, എന്റെ ദൈവത്താലെല്ലാം സാധ്യം. ആഴിമേൽ നടന്ന് അഗ്നിയിലിറങ്ങി ആകാശം തുറന്ന ദൈവശക്തൻ, ആഴിമേൽ നടന്ന് അഗ്നിയിലിറങ്ങി ആകാശം തുറന്ന ദൈവശക്തൻ. ആമേൻ. സർവശക്തൻ. ഇന്ന് രാത്രി ആ സർവശക്തനായവൻ ഹല്ലേലൂയ ശക്തനായ ദൈവം ആമേൻ ആഴിമേൽ നടന്ന് അഗ്നിയിൽ ഇറങ്ങി ആകാശം തുറന്ന് ഇറങ്ങി വരുമെന്ന് ഹല്ലേലൂയ വിശ്വസിക്കുന്നവർ ആ കരമടിച്ചെന്ന് കർത്താവിന് മഹത്വം പഠിച്ചു. ആ മറയെ മധുരമാക്കാൻ ഇറങ്ങിയെന്ന് ഹല്ലേലൂയ, ആ യോർദാനെ വിഭജിക്കാൻ ഇറങ്ങിയെന്ന്, ആ ചെങ്കടലിനെ വിഭജിക്കാൻ ഇറങ്ങിയെന്ന്, ആ ഉയർന്നു പൊങ്ങിയ തിരമാലകളെ അതേ ശാന്തമാക്കാൻ ആമേൻ ആ വെള്ളത്തിന്റെ മീതെ നടന്നു വന്നെന്ന് ഇന്ന് രാത്രി ഭാരപ്പെടുന്ന മാതാവേ, കരയുന്ന സഹോദരി, യൗവനക്കാര പിതാവേ, ആഴിയുടെ ആഴിൽ നിലയില്ലാതെ മുങ്ങിപ്പോകുന്ന നിലവാരത്തിലാണോ ഇന്ന് രാത്രി നീ ആയിരിക്കുന്നത്?
ആഴിമേൽ നടന്ന് അഗ്നിയിലിറങ്ങി ആകാശം തുറന്ന സർവശക്തൻ. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. അഗ്നി ചൂളയ്ക്ക് നിന്നെ ദഹിപ്പിക്കുവാൻ കഴിയത്തില്ല. പെരുവെള്ളത്തിന് നിന്റെ മേൽ കവിയുവാൻ കഴിയത്തില്ല. നദിക്ക് നിന്നെ മുക്കുവാൻ കഴിയത്തില്ല. കാരണം എന്റെ ദൈവത്താലെല്ലാം സാധ്യം. ചേർന്ന് പാടിയാട്ട്. ആമേൻ. കഷ്ടതയാണോ, വേദനയാണോ, നിരാശയാണോ, പ്രതികൂലമാണോ, പ്രതിസന്ധിയാണോ, ചേർന്ന് പാട്. ആഴിമേൽ നടന്ന് അഗ്നിയിലിറങ്ങി ആകാശം തുറന്ന സർവശക്തൻ. ആമേൻ. ഭാരത്തോടായിരിക്കുന്നവർ, വേദനയോടായിരിക്കുന്നവർ, നിരാശയോടായിരിക്കുന്നവർ, പ്രതീക്ഷ ആമേൻ കൈവിട്ടവർ, ഹല്ലേലൂയ, ചേർന്ന് എല്ലാം സാധ്യം, എല്ലാം സാധ്യം. ചേർന്ന് പാടിയാട്ടോ. എല്ലാം സാധ്യം, എല്ലാം സാധ്യം. രോഗമോ ദുഃഖമോ കഷ്ടമോ വിടുതൽ നൽകിടുന്നാഥൻ. രോഗമോ ദുഃഖമോ കഷ്ടമോ വിടുതൽ നൽകിടുന്നാഥൻ. എല്ലാം സാധ്യം. അസാധ്യങ്ങളെ നോക്കി പാടിയാട്ടോ. വേദനിക്കുന്നവർ ചേർന്ന് പാടിയാൽ എല്ലാം സാധ്യം, എല്ലാം സാധ്യം. രോഗമോ ദുഃഖമോ കഷ്ടമോ വിടുതൽ നൽകിടുന്നാഥൻ. രോഗമോ ദുഃഖമോ കഷ്ടമോ വിടുതൽ നൽകിടുന്നാഥൻ. ഹന്ന കരഞ്ഞതു കേട്ടു ശമൂവേൽ ബാലനെ നൽകി. ഹന്ന കരഞ്ഞതു കേട്ടു ശമൂവേൽ ബാലനെ നൽകി. ദാനിയേലിന്റെ ദൈവം സിംഹക്കൂട്ടിലെ. അതെ, ഇന്ന് രാത്രി നീ ആയിരിക്കുന്ന കഷ്ടതയ്ക്കകത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു നല്ല ദൈവം. ഹല്ലേലൂയ. സിംഹക്കൂട്ടിലിറങ്ങി പ്രാർത്ഥിച്ചിട കണ്ണുനീരോടെ. ഒന്നും അസാധ്യമല്ല. പ്രാർത്ഥിച്ചിട കണ്ണുനീരോടെ. ഒന്നും അസാധ്യമല്ല. ആമേൻ. ഇന്ന് രാത്രി ഒന്നും അസാധ്യമല്ലെന്നേ പ്രാർത്ഥിച്ചിടാം നമുക്ക് ഒരുമിച്ച് കണ്ണുനീരോടെ. കുരുടൻ നിലവിളിച്ചപ്പോൾ യേശുനാഥൻ നിന്നു. ആമേൻ. ഇന്ന് രാത്രി ആമേൻ കണ്ണുനീരും കഷ്ടതയും വേദനയും എന്ത് ചെയ്യണമെന്ന് അറിയാതെ അത് നീ നിരാശയോടെ ആകുലതയോടെ ആയിരിക്കുന്നുവെങ്കിൽ യെരിഹോവിലൂടെ നടന്നുപോയ കരുണാമയനെ അതേ കുരുടനായവർ വിളിച്ചു, ദാവീദുപുത്ര എന്നോട് കരുണ തോന്നണേ. ഇന്ന് രാത്രി ഒരു കണ്ണിന് കനിവ് തോന്നാതിരിക്കുമ്പോൾ കരുണാമയന്റെ കണ്ണ്, അതികാലയ്ക്കുള്ള കണ്ണ് ഇന്ന് രാത്രി അത് നിന്നെ ഒന്ന് കാണുവാൻ, നീ ആയിരിക്കുന്ന കഷ്ടതയ്ക്കകത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ നിലവിളിക്കുന്ന ഒരു യാചകനായി, ഹല്ലേലൂയ, ഇന്ന് രാത്രി അവൻ നിന്നെ കാണുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നാട്ടിൽ ജയത്തിൻ ഘോഷം കേട്ടു. നാട്ടിൽ അവേ ജയത്തിൻ ഘോഷം കേട്ടു. പ്രാർത്ഥിച്ചിട കണ്ണുനീരോടെ. ഒന്നും അസാധ്യം. അതേ ദൈവമക്കളെ, അതേ പ്രിയമുള്ളവരെ, അതേ നിന്റെ കണ്ണുനീര് കണ്ടിട്ട് അതേ പരിധിയുള്ളവരൊക്കെ വന്നു നിന്ന് കരയുക. അവൻ പരിമിതിയുള്ള ലോകത്ത് അവൻ നിന്നെ സഹായിപ്പാൻ എല്ലാവർക്കും പരിമിതിയുള്ളപ്പോൾ ഇന്ന് രാത്രി പരിമിതിയില്ലാതെ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ
കണ്ണുനീർ കണ്ട, അതെ നിന്നോട് മനസ്സറിയുന്ന, നിന്നോട് കരുണ കാണിക്കുന്ന ഒരു നല്ല ദൈവം ഇന്ന് രാത്രി അതെ സ്വർഗം തുറന്ന് അതെ നീ ആയിരിക്കുന്നിടത്ത് ഇറങ്ങി വന്ന് നിന്നെ കൈപിടിച്ചുയർത്തുവാൻ ശക്തനായവർ വിശ്വസിക്കുന്നവർ ചേർന്ന് പാടി കരകളടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഉള്ളം നൊന്തു കരഞ്ഞാൽ മനസ്സലിഞ്ഞിടും നാഥൻ. ആമേൻ. പാട്ടിന്റെ ട്യൂണല്ല കേട്ടോ. ഇന്ന് രാത്രി ആമേൻ കണ്ണുനീരോടെ വേദനയോടെ ഉള്ളം തകർന്ന് ആമേൻ നിലവിളിക്കുന്ന ആരെങ്കിലും, ഉള്ളം തകർന്ന വിഷയങ്ങൾ അഭിമുഖീകരിക്കുന്നവർ ഇന്ന് രാത്രി ആമേൻ നിന്റെ വീട്ടിനകത്തോ നിന്റെ രാജ്യത്തോ നിന്റെ ദേശത്തോ നീ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ഉള്ളം നൊന്ത് കരഞ്ഞാൽ മനസ്സലിയുന്ന ഒരു നല്ല നാഥൻ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി അതേ കാൽവരിയിൽ രക്തം ചൊരിഞ്ഞവൻ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ ഉപേക്ഷിക്കാത്തവനായ ദൈവ അന്നയുടെ കണ്ണുനീര് മറികടക്കാതെ വാർത്തയുടെ മറിയുടെ അതേ കണ്ണുനീര് കണ്ട അതേ കണ്ണുനീർ വാർത്തവൻ ഇന്ന് രാത്രി പ്രതീക്ഷകളില്ല എന്ന് പറയുന്ന വിഷയത്തിനകത്ത് പ്രത്യാശ നൽകി അതെ നിന്നെ മുമ്പോട്ട് നയിക്കുവാൻ ശക്തനായവന്റെ സാന്നിധ്യം അവർ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ അനുഭവിക്കത്തക്ക വിധത്തിൽ പ്രാരംഭത്തിൽ തന്നെ ദൈവം പകരുക. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. എല്ലാം പരാജയപ്പെട്ടു, ഡോക്ടർ പറഞ്ഞേക്കാം. ഹല്ലേലൂയ. ആമേൻ. അതെ ബാങ്ക് ആമേൻ അതെ കടം തിരിച്ചടയ്ക്കുവാൻ കഴിയാതെ അതെ നിവൃത്തിയില്ലാതെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആമേൻ നെട്ടോട്ടം ഓടുന്ന വ്യക്തിയാണോ ഇന്ന് രാത്രി നിന്റെ കടക്കിടയ്ക്കകത്ത് ആമേൻ നിന്നെ പൂട്ടി നിന്നെ തകർത്ത് നിന്നെ ഇല്ലാതാക്കുവാൻ ദുഷ്ടപിശാച് ഇന്നലകളിൽ നിന്റെ ബുദ്ധിക്കകത്ത് ചിന്ത കൊണ്ടുവന്നതിന്റെ അടിസ്ഥാനത്തിൽ ആമേൻ നീ ആമേൻ അതെ ചെയ്തു വെച്ചതിന്റെ ആ തിക്ത അനുഭവങ്ങൾ അതെ കുറ്റപ്പെടുത്തി ആമേൻ അതെ കുടുംബത്തിനകത്ത് സമാധാനം നഷ്ടപ്പെടുത്തി ആമേൻ സ്വസ്ഥതയില്ലാതാക്കി ആമേൻ നിന്നെ ഒരു മൂലയിൽ ഒതുക്കിക്കൊണ്ടിരിക്കുന്ന അന്ധകാരത്തിന്റെ മണ്ഡലത്തിനകത്ത് നിന്ന് ആത്മമണ്ഡലത്തിലേക്ക് നിന്നെ കൈപിടിച്ച് നടത്തുവാൻ ഉലകത്തിൽ ഇറങ്ങി വന്ന ഏകനാമം യേശുവെന്ന നാമമാണ്. ഇന്ന് രാത്രി നീ ആരുമായിക്കോട്ടെ, ഏത് രാജ്യത്തുമായിക്കോട്ടെ, ഏത് പ്രതികൂലത്തിലുമാകട്ടെ, ഏത് പ്രതിസന്ധിയിലുമാകട്ടെ, ഇന്ന് രാത്രി ഉള്ളം നൊന്ത് നിലവിളിച്ച നിന്റെ നിലവിളി കേട്ട നിന്നെ വിടുവിപ്പാൻ ശക്തനായവൻ ഹല്ലേലൂയ കാൽവറിയിൽ അതേ നിനക്ക് വേണ്ടി രക്തം ചിന്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. അതേ രണ്ട് കള്ളന്മാരുടെ നടുവിൽ ഹല്ലേലൂയ തൂങ്ങിക്കിടക്കുന്ന ആ കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കി ഒരു കള്ളൻ ആണയിടുകയാ, നീ ദൈവപുത്രനാണെങ്കിൽ നിന്നെ തന്നെയും ഞങ്ങളെ രക്ഷിക്കുക. ഇന്ന് ആമേൻ ആദ്യ രാത്രിയിലും ഇന്ന് ആമേൻ ഈ സമയത്തും പലരും ഈ നാമത്തെ പുച്ഛിക്കുമ്പോൾ ഈ നാമത്തെ ദുഷിക്കുമ്പോൾ ഹല്ലേലൂയ ആ നാമത്തെ യഥാർത്ഥമായി അറിയുന്നവനെ ഉയർത്തുന്ന ദൈവം ഹല്ലേലൂയ അവൻ എന്നോട് പറ്റിയിരിക്കുകയാ, ഞാൻ അവനെ വിടുവിക്കും. ഇന്ന് രാത്രിയിലും ആ നാമത്തോട് പറ്റുവാൻ ആ നാമത്തോട് ചേരുവാൻ ഇടയാകുന്ന ജീവന്റെ വചനം ഈ മീഡിയയിലൂടെ അതേ കാതുകളിൽ കേൾപ്പിക്കുന്നത് എന്തിനാണെന്നറിയാമോ? അതെ നിന്നെ വിടുവിക്കാതെ നാളുകളായി പാതാളത്തിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്ന പാതാള ഗോപുരങ്ങളെ ജയിക്കുന്ന ദൈവസഭയെ അതെ സ്ഥാപിച്ച നാഥൻ ഹല്ലേലൂയ നിന്നെ അതിനകത്ത് ആമേൻ അതെ കയറ്റി അതെ അവൻ ഇരിക്കുന്നിടത്ത് കൊണ്ട് ഇരുത്തുവാൻ വീണ്ടും വരുമെന്ന് പറഞ്ഞവൻ വരാൻ സമയമായി. അതിനു മുമ്പ് പാതാള ഗോപുരങ്ങൾക്ക് നിന്നെ വിട്ടുകൊടുക്കാതെ ഒരു രോഗത്തിനോ ഒരു ശാപത്തിനോ ഒരു പാപത്തിനോ അതെ നിന്നെ വിട്ടുകൊടുക്കാതെ ആമേൻ ആമേനിന്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യ രക്തത്താൽ നീ കഴുകൽ പ്രാപിച്ച് ഒരു നീതിമാനായി ദൈവവൈതനായി ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ഇന്ന് രാത്രിയിലും നിന്റെ കാതിൽ കേൾക്കുന്ന ജീവന്റെ വചനം ആമേൻ നിനക്ക് പ്രത്യാശ നൽകുന്നതാ, നിനക്ക് ബലം നൽകുന്നതാ, സമൃദ്ധിയായി ജീവൻ നൽകുന്നതാ. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ആമേൻ ദൈവസന്നിധി തുടർന്ന് ആയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ഹല്ലേലൂയ നിന്നെ തകർക്കാൻ നോക്കുന്ന നിന്നെ ഇല്ലാതാക്കാൻ നോക്കുന്ന നിന്റെ തലമുറയെ നാശത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ആദ്യ പാതാള ഗോപുരങ്ങളെ ജയിക്കുവാൻ കഴിയുന്ന ദൈവസഭയ്ക്ക് പകർന്നു കൊടുത്ത ആത്മാവിന്റെ സാന്നിധ്യം ആമേൻ അനുഭവിക്കത്തക്ക വിധത്തിൽ നിന്നെ ഒരു ആത്മീയ മനുഷ്യനാക്കി കൈപിടിച്ചുയർത്തുവാൻ ഉതകുന്ന ജീവന്റെ വചനം ഇന്ന് രാത്രിയിലും പ്രഘോഷിക്കുവാൻ അതെ ദൈവം ഒരുക്കിയ ആമേൻ ഈ ഭാഗ്യകരമായ ആമേൻ
ആമേൻ സമയം സന്തോഷമാണെന്നും വലുതാണെന്നും തിരിച്ചറിയുന്നവർ മാത്രം ഒരാമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ഈ ലൈവിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിലുള്ള ആമേൻ വന്ദനം ചൊല്ലിക്കൊണ്ട് ദൈവവന്ദന ശുശ്രൂഷയ്ക്കായി സമയം വേർതിരിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് രാത്രി വചന ചിന്തയ്ക്ക് ആധാരമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തന്ന വചനം റോമാലേഖനം 15-ാം അധ്യായം അതിന്റെ 13-ാം വാക്യമാണ്. റോമാലേഖനം 15-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയുടെ ടൈറ്റിൽ ഇങ്ങനെയാണ്: ഇത് പ്രാർത്ഥിക്കുകയും ജീവിക്കുകയും ചെയ്യുക. എങ്ങനെ പ്രാർത്ഥിക്കണം? അയ്യോ, ഈ പ്രതികൂലത്തിൽ, ഈ പ്രതിസന്ധിയിൽ എങ്ങനെ പ്രാർത്ഥിക്കാനാണ്? പ്രാർത്ഥിക്കാൻ പോയിട്ട് ആമേൻ അത് ഒരു വാക്ക് ഉച്ചരിക്കാൻ പോലും കഴിയാത്ത വേദന കടിച്ചമർത്തി ഇന്ന് രാത്രിയിലും ആയിരിക്കുന്ന ആമേൻ ചില വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ ഇടപെടുവാൻ പോകുകയാണ്. ആമേൻ. ചില പ്രിയപ്പെട്ടവർ ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുവാനിടയായി. ആമേൻ. ചില പ്രിയപ്പെട്ടവർ കൊറോണ ആമേൻ അത് കുടുംബമായി ആമേൻ ഭാര്യ ഭർത്താക്കന്മാർക്ക് ആമേൻ പിടിച്ചിട്ട് ആമേൻ അതേ ഭാരത്തോടായിരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരെയും ഇന്ന് രാത്രി ഞാൻ ഓർക്കുകയാണ്. സ്വർഗത്തിലെ വലിയവനായ ദൈവം സൗഖ്യം നൽകട്ടെ, ആശ്വസിപ്പിക്കട്ടെ. നമുക്ക് തുടർന്ന് ദൈവവചനം വായിക്കാം. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ഇന്ന് രാത്രി സമാധാനം കൊണ്ട് നിറയ്ക്കുന്നവൻ, ഹല്ലേലൂയ, സന്തോഷം കൊണ്ട് നിറയ്ക്കുന്നവൻ, സ്നേഹിത, സഹോദര, സഹോദരി, കൂടപ്പുറപ്പേ, മാതാവേ, പിതാവേ, കുഞ്ഞെ, യൗവനക്കാരി, നിന്റെ സമാധാനത്തെ കെടുത്തുന്ന, നിന്റെ സന്തോഷത്തെ കെടുത്തുന്ന ആമേൻ അനവധി നിരവധി പ്രശ്നങ്ങൾ നിന്നെ ആമേൻ കണ്ണുനീരിലും ദുഃഖത്തിലും ആമേൻ നയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി പ്രത്യാശ നൽകുന്ന ദൈവം, അതേ മാതാവേ, നിന്റെ കുഞ്ഞിനെ കുറിച്ചുള്ള ആ പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, നിന്റെ ഭാവിയെ കുറിച്ചുള്ള ആമേൻ പ്രതീക്ഷ ആമേൻ കൈവിട്ടിരിക്കുന്നുവെങ്കിൽ, സഹോദര, ഇന്ന് രാത്രി അതേ ഡോക്ടർ പറഞ്ഞതല്ല, ആമേൻ കൂട്ടുകാരോ നാട്ടുകാരോ പറയുകയല്ല, ഇന്ന് രാത്രി പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുന്ന നിനക്ക് പ്രത്യാശ നൽകുന്ന ദൈവം ആമേൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ. നീ കഴിക്കുന്ന മെഡിസിന്റെ ശക്തിയാലല്ല, നീ കഴിക്കുന്ന ആഹാരത്തിന്റെ ശക്തിയാലല്ല, നീ ആമേൻ അതെ അഭ്യസിച്ച ആമേൻ അതെ ആ അഭ്യാസത്തിന്റെ ആ കായിക ബലം കൊണ്ടല്ല, പിന്നെയോ അതെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയാൽ. ഹല്ലേലൂയ. എങ്ങനെ? പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി. അല്പ പ്രത്യാശയുണ്ട്, അല്പമല്ലെന്നേ അതെ ആമേൻ ആ സമൃദ്ധിയുള്ളവരായി. ഏതില്? ആ പ്രതീക്ഷയിൽ, ആ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി. ഹല്ലേലൂയ. വിശ്വസിക്കുന്നതിലുള്ള, ഹല്ലേലൂയ, ഇന്ന് രാത്രി ആ സമൃദ്ധിയിലുള്ള ആ വിശ്വാസത്തിലേക്ക് ആമേൻ അതെ കയറി വരുന്നവരെ സകല സന്തോഷം കൊണ്ട് സമാധാനം കൊണ്ട് നിറയ്ക്കുവാൻ ദൈവം ശക്തനായി അവന്റെ അതെ വചനത്തിന്റെ ശക്തിയെ ഇന്ന് രാത്രി പകരുവാൻ ആഗ്രഹിക്കുന്നു. റിസീവ് ഇറ്റ് ദ ലോർഡ്. ഇന്ന് രാത്രി ദൈവത്തിൽ നിന്ന് അത് പ്രാപിക്കുവാൻ ഒരുങ്ങുന്നവർ ആ കരമടിച്ച് അതരം തുറന്ന് നന്ദിയോടെ ദൈവത്തെ തുതിച്ചാട്ട് അതേ പ്രതീക്ഷകളെല്ലാം അതേ തകർന്നു തരിപ്പണമായി ഇന്ന് രാത്രി ആരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. അതേ പ്രത്യാശ നഷ്ടപ്പെട്ട്, പ്രതീക്ഷ നഷ്ടപ്പെട്ട്, ഭാവിയെ കുറിച്ച് ഇനി എനിക്കൊരു പ്രതീക്ഷയുമില്ല, നാളെയെ കുറിച്ച് എനിക്ക് യാതൊരു ചിന്തയുമില്ല, കാരണം എല്ലാം കൈവിട്ടു, എല്ലാം തകിടം മറിഞ്ഞു. ആമേൻ അതെ പ്രതീക്ഷിച്ച വാതിലുകളെല്ലാം കൊട്ടി അടയപ്പെട്ടു. ആമേൻ ലഭിച്ച വിസയുടെ കാലാവധി കഴിഞ്ഞു, അക്കാമ തീർന്നു. ആമേൻ അതെ എല്ലാം അടഞ്ഞു, എല്ലാം തകർന്നു. ആമേൻ അതെ നിരാശ മാത്രമാണ് ജീവിതത്തിന്റെ മുമ്പിൽ. എന്നാൽ ഇന്ന് രാത്രി അങ്ങനെ ആയിരിക്കുന്ന അതേ മാന്യമിത്രമേ,
നിന്നെ നോക്കി ദൈവാത്മാവിനാൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, അതേ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനം കൊണ്ട് ഇന്ന് രാത്രി നിങ്ങളെ നിറയ്ക്കുവാൻ ശക്തനായവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി വളരുകയാ. വിശ്വസിക്കുന്നവർ കരമടിച്ച് ചൂടാമാന ശാന്തി രേഖേദേശി പ്രത്യാശയുടെ ദൈവം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ. ആമേൻ. എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തം പ്രാപിക്കാൻ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. ആമേൻ. കാത്തിരിക്കുന്നവർ ചിറകടിച്ചുയരുന്ന കഴുകന്മാരെ പോലെ പറന്നുയരും. ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാർ ഇടറി വീഴും. ഹല്ലേലൂയ. ബലമുണ്ടെന്ന് പറയുന്ന പലരും ഇടറി വീണുകൊണ്ടിരിക്കുമ്പോ, പണമുണ്ടെന്ന് പറയുന്ന പലരും പരാജയപ്പെട്ടുകൊണ്ടിരിക്കും. അതേ യഹോവയെ കാത്തിരിക്കുന്ന ഒരു ഭക്തനെ, അതേ പ്രശ്നത്തിന്റെ മീതെ, പ്രതികൂലത്തിന്റെ മീതെ, പ്രതിസന്ധിയുടെ മീതെ ഉയർന്നു പോകത്തക്ക വിധത്തിൽ ഉയരത്തിലെ അഭിഷേകത്താൽ നിറയ്ക്കുന്നവൻ വചനം പറയുന്നു, ഇത് അന്ത്യകാലമാ. സകല ജഡത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. ഇന്ന് രാത്രി അതെ നിന്റെ ജഡത്തിന്മേൽ അതേ പകരുവാൻ ആമേൻ ദൈവത്തിന്റെ ആത്മാവിന് ആമേൻ അധികാരമുണ്ട്, ശക്തിയുണ്ട്. അതെ സകല ജഡത്തിന്മേലും പകരും. ആമേൻ. ഇന്ന് രാത്രി നീ ആരുമായിക്കോട്ടെ, നിന്റെ ആത്മ സാന്നിധ്യം ഇറങ്ങി വന്നാൽ നീ ആയിരിക്കുന്ന പ്രതികൂലത്തിനകത്ത് നിന്ന്, ആ കഷ്ടതയ്ക്കകത്ത് നിന്ന്, ആ പ്രത്യാശ നഷ്ടപ്പെട്ട അതേ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ പറയുന്നത്, കപ്പൽ ഛേദത്തിനകത്ത് അതേ ഞങ്ങൾ അകപ്പെട്ടപ്പോൾ അതേ ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. ഹല്ലേലൂയ. അതേ ഞങ്ങളുടെ പടക് എല്ലാം തകർന്നു. ആമേൻ. കപ്പലിലെ ചരക്ക് വലിച്ചെറിഞ്ഞു. ആമേൻ. പലതും ഒഴിവാക്കി നോക്കി. ഹല്ലേലൂയ. എല്ലാ പ്രതീക്ഷകളും എന്ത് ചെയ്തു? തകർന്നു. എന്നാൽ ഞാൻ സേവിക്കുന്നവരും എന്റെ ഉടയവനുമായവൻ കഴിഞ്ഞ രാത്രി എന്നോട് ഇടപെട്ടു. ഇന്ന് രാത്രി ദൈവകൃപ അനുഭവിക്കുന്നവർ, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ, ദൈവ ശബ്ദം ആമേൻ തിരിച്ചറിയുന്നവർ മാത്രം കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. റോമാലേഖനം 15-ാം അധ്യായം 13-ാം വാക്യത്തിലൂടെ പ്രത്യാശ നഷ്ടപ്പെട്ട് ആ മറുകര കാണുവാൻ കഴിയത്തില്ലെന്ന് ചിന്തിക്കുന്ന ദൈവജനത്തോട് പറയുകയാണ്, അതേ പ്രത്യാശ സമൃദ്ധിയായി അതേ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ആ സമാധാനവും സന്തോഷവും നിറയ്ക്കുവാൻ ദൈവം ശക്തനാണെന്ന്. അതുകൊണ്ട് ഇന്ന് രാത്രി കേൾവിക്കാരെ പോലെ ഇരിക്കാതെ, കാഴ്ചക്കാരെ പോലെ ഇരിക്കാതെ, നീ കേൾക്കുന്ന വചനം അതേ വിശ്വസിച്ച് അതേ ആ വിശ്വാസം വർദ്ധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിന്റെ സമാധാനം, നിന്റെ സന്തോഷം നിന്റെ അകത്ത് നിറയാൻ പോവുകയാ. ഈ നിറയാന്ന് പറയുമ്പോ ആമേൻ അടിയിൽ കിടക്കുന്ന വെള്ളത്തെ എടുക്കണമെങ്കിൽ ഇച്ചിരി പ്രയാസമാണ് അല്ലെ. അടിയിൽ കിടക്കുന്ന കിണറ്റിലെ വെള്ളം അതെ പമ്പ് ചെയ്തിടണമെങ്കിലും അതെ കപ്പിയും കയറ് വിട്ട് വലിച്ച് കോരണമെങ്കിലോ വലിയ പ്രയാസമാണ്. എന്നാൽ അടിയിൽ കിടക്കുന്ന വെള്ളം അതെ ഉപരി തലത്തിലേക്ക് പൊന്തി വന്നാൽ ആമേൻ അത് എടുത്ത് അനുഭവിക്കുവാൻ എത്ര സന്തോഷമാണ്. ഇന്ന് രാത്രിയിലും നിന്റെ അടിത്തട്ടിൽ ഒരു പ്രതീക്ഷ അല്പം ഉണ്ടെന്നേ, അല്പം അത് വർദ്ധിക്കാൻ പോവാ അല്പമുണ്ടെന്ന്. അതെ ഒരു ഭരണയല്ലാതെ ഒന്നുമില്ലെന്നേ. ആ ഒരു ഭരണിയുള്ളത് ഹല്ലേലൂയ. അതെ അല്പം മാവ്, അല്പം എണ്ണയുണ്ടെന്ന് അല്പത്തെ ഇന്ന് രാത്രി വർദ്ധിക്കുവാൻ പോകുക. ആ ചെറിയ സമാധാനമില്ലേ, ആ ചെറിയ സന്തോഷമില്ലേ, ആമേൻ അല്പ ആശ്വാസമില്ലേ, അത് വലിയ ആശ്വാസമായി, വലിയ സൗഖ്യമായി, വലിയ വിടുതലായി ഇന്ന് രാത്രി വർദ്ധിക്കുവാൻ പോകുക. കരങ്ങളടിച്ച കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രത്യാശയുടെ ദൈവം. ആമേൻ. എന്നാൽ തന്റെ ആമേൻ ജനത്തിൽ പ്രത്യാശയെ പ്രചോദിപ്പിക്കുകയും ആമേൻ അത് നിറവേറ്റുകയും ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലൂടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുകയാണ്, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കൾ കരങ്ങളടിച്ചെന്ന് കർത്താവിന് മഹത്വം കൊടുത്താൽ നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് ഹല്ലേലൂയ നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ആമേൻ. നമുക്കറിയാം, ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ആമേൻ ഒന്നും കൂടെ ആവർത്തിച്ച് പറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നിയോഗം തരുന്നതുകൊണ്ട് പറയുക. കൃപ ലഭിച്ച നോഹ ആമേൻ പെട്ടകം പണിയാൻ തുടങ്ങി. ആമേൻ. കൃപയുണ്ടോ? ഹല്ലേലൂയ. കൃപ ലഭിച്ചിട്ടുണ്ടോ? എങ്ങനെ അറിയാം? കൃപ ലഭിച്ചവളോ നിനക്ക് വന്ദനം. ആമേൻ. നിനക്ക് കൃപയുണ്ടെങ്കിൽ
ഹല്ലേലൂയ. നീ ഇരിക്കുന്നിടത്ത് വന്ദനം പറഞ്ഞുകൊണ്ട് വരുന്നത്. ആമേൻ. അതെ, ഒരു ഫോൺ കോള് വരുമ്പോ ഹല്ലേലൂയ, ആമേൻ, ആ കൃപയുണ്ടെങ്കിൽ വന്ദനം വരുന്നത്. ഹല്ലേലൂയ. കൃപ ലഭിച്ചവളേ നിനക്ക് വന്ദനം. ഹല്ലേലൂയ. അടുത്തത് ആമേൻ, ഭയപ്പെടേണ്ടത്. ഹല്ലേലൂയ. ആത്മാവ് നിന്റെ മേൽ വരാൻ പോവാ. ഹല്ലേലൂയ. ലോകരക്ഷകൻ നിന്റെ ഉദരത്തിനകത്ത് ഉരുവാകാൻ പോകുകയാ. നോക്കിക്കേ, കൃപ ലഭിച്ചവള് ദൂത് കേൾക്കുകയാ. കൃപയുണ്ടോ? നീ അടച്ചിട്ട റൂമിനകത്തിരുന്നാലും കൃപയുള്ള നിന്റെ അടുത്ത് ദൂതനിറങ്ങി വരുമെന്ന്. ആമേൻ. ഹല്ലേലൂയ. അർഹതയില്ലാത്ത സ്ഥാനത്ത് ലഭിക്കുന്ന ഒന്നാ കൃപ. ഈ കൃപയ്ക്ക് വേണ്ടി ആമേൻ നോഹയോട് ചോദിച്ച നോഹ 21 ഇരുന്നില്ല. ആമേൻ. 3 ഇരുന്നില്ല. ആമേൻ. 40 ഇരുന്നില്ല. ആമേൻ. നീതിമാൻ, നിഷ്കളങ്കൻ, ദോഷം വിട്ടകലുന്നവൻ, ലൈംഗിക അരാജകത്വം കൊടികൊത്തി വാണുകൊണ്ടിരുന്ന ആ കാലഘട്ടങ്ങളിൽ സമപ്രായത്തിലുള്ളവരല്ല ദൈവത്തിന്റെ പുത്രന്മാർ, മനുഷ്യരുടെ പുത്രിമാർ സൗന്ദര്യമുണ്ടെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ചവരെ ഭാര്യമാരായി എടുത്തുകൊണ്ടിരിക്കുന്ന കാലത്തും തക്കതായ തുണയെ തക്ക സമയത്ത് നൽകുന്നവനാണ് ദൈവമെന്ന് ഉറച്ചു വിശ്വസിച്ച അവിവേകം കാട്ടാതെ, തന്നിഷ്ടം കാട്ടാതെ, ഇഷ്ടപ്പെട്ടതിനെ ആമീൻ വളച്ചൊടിച്ചു കൊണ്ടുവരാതെ, തന്നില്ലെങ്കിൽ ഇറക്കിക്കൊണ്ടു പോകുമെന്ന് പറഞ്ഞ് ഒച്ചേബകളും വെക്കാതെ ഹല്ലേലൂയ നിഷ്കളങ്കനായി, നീതിമാനായി, നിർമ്മലനായി, ദോഷം വിട്ടകലുന്നവനായി ആ തലമുറയിൽ ജീവിച്ച നോഹയ്ക്ക് ഉയരത്തിലെ കൃപ ലഭിച്ചെന്ന്. ഇന്ന് രാത്രി ആരുടെ മേല കൃപ വരുന്നത്? 21 ഇരിക്കുന്നവന്റെ മേലാണോ? ഹല്ലേലൂയ. അതെ, 40 ഇരിക്കുന്നവന്റെ മേലാണോ? ഹല്ലേലൂയ. ഇത് സോഷ്യൽ മീഡിയയിലൂടെയാ ഞാൻ പറയുന്നത്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആമേൻ. 21 ഇരുന്നാലും ആമേൻ, 40 ഇരുന്നാലും ആമേൻ, ഹാബേലിന്റെ രക്തത്താൽ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തത്താൽ നീ കഴുകൽ പ്രാപിച്ച് നീ നീതിമാനായി, നിർമ്മലനായി, ദോഷം വിട്ടകലുന്നവനായി, ദുഷ്ടന്മാരുടെ കൂടെ നടക്കാതെ, പാപികളുടെ കൂടെ, പരിഹാസികളുടെ കൂടെ സമയം ചെലവഴിക്കാതെ നീ വേറിട്ടവനായി. ഹല്ലേലൂയ. അതെ, സ്വർഗീയ മഹിമയെ വെടിഞ്ഞ് ഈ താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവന് ആമേൻ. അതെ, 12 പേരെ ചേർത്ത് നിർത്തിയെങ്കിലും 12 പേരുടെ കൂടെ കറങ്ങിത്തിരിഞ്ഞ് സമയം നഷ്ടമാക്കാതെ പകലുള്ളിടത്തോളം തന്നെ ഏൽപ്പിച്ച പിതാവിന്റെ ശുശ്രൂഷ നിർവഹിക്കുവാൻ എരിവുള്ളവനായി സഞ്ചരിച്ച ദൈവപുത്രനായ ക്രിസ്തുവിനെ പരാജയപ്പെടുത്തുവാൻ നോക്കിയ ദുഷ്ടപിശാചിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മരണത്തെ, പാതാളത്തെ അതിജീവിച്ച 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ഹല്ലേലൂയ നസ്രയത്തുകാരനായ യേശു ക്രിസ്തു അത്രേ എന്റെ നായകൻ. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവിനെ നോക്കി അതേ മുമ്പോട്ട് ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ട ദൈവ പൈതലേ, നീ പരാജയപ്പെട്ടു പോകുവാൻ തക്കവണ്ണം സ്വർഗം നിന്നെ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരമടിച്ച കർത്താവിനെ മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂടെ ആമേൻ ആ ക്രൂശീകരണം ആമേൻ അതെ നടന്ന് ആമേൻ. അയ്യോ, ക്രൂശിക്കുന്ന സമയത്ത് 2 കള്ളന്മാരായിരുന്നു കേട്ടോ. ഹല്ലേലൂയ. എന്നാൽ ആമേൻ അത്ഭുതം കണ്ടവരും അപ്പം തിന്നവരും അപ്പം ചുരുമിയവരും എല്ലാം ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ നോക്കി നിൽക്കുന്നതല്ലാതെ ആമേൻ ഇന്ന് രാത്രിയിൽ നീ അനുഭവിക്കുന്ന കഷ്ടത കണ്ട് നിൽക്കുന്നതല്ലാതെ നിന്റെ ആ കഷ്ടത അതെ പങ്കിടുവാൻ ആർക്കും കഴിയത്തില്ല. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ, കൃപ ലഭിച്ചവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്ക. അതെ, 1-2 മിഷണറി യാത്രയിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭ സ്ഥാപിച്ച അതെ ലേഖനങ്ങൾ എഴുതിയ അനേകരെ വിശ്വാസത്തിൽ ഉറപ്പിച്ച അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ 1 അല്ല 2 അല്ല 3 അല്ല ദൈവസന്നിധിയിൽ മുഴങ്ങാൻ മടക്കി പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം ഇങ്ങനെ പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ. കൃപയുണ്ടോ?
കൃപയുണ്ടെങ്കിൽ ഏത് പ്രതികൂലത്തിലോ ഏത് വെല്ലുവിളിയിലോ ആമേൻ ഏത് പ്രതിസന്ധിക്കകത്ത് ആമേൻ തകർന്നു പോകാതെ മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയാകുക. ഇന്ന് രാത്രി കൃപ ലഭിച്ച നോഹയോട് ചോദിച്ച നോഹ പറയോ ആമേൻ, നോഹാപ്പച്ചൻ പറയോ ആമേൻ, ഞാൻ 21 ഇരുന്നിട്ടല്ല, ഞാൻ 7 ഇരുന്നിട്ടല്ല, ഞാൻ 3 ഇരുന്നിട്ടല്ല, ഞാൻ 40 ഇരുന്നിട്ടല്ല ആമേൻ, സ്വർഗം എനിക്ക് കൃപ നൽകിയത്. ആമേൻ, അതേ സാഹചര്യങ്ങൾ നിരവധി എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. സമപ്രായത്തിലുള്ളവരൊക്കെ ആമേൻ സൗന്ദര്യമുള്ളവരെ കണ്ട് അവരുടെ പുറകെ ചിരിച്ചു കാണിച്ച്, അന്ന് മൊബൈൽ ഉണ്ടായിരുന്നെങ്കിൽ എത്ര ലൈക്ക് അടിച്ചേനെ, എത്ര കമന്റ് ഇട്ടേനെ, ആമേൻ, എത്ര പരിപാടി നടന്നേനെ. അന്ന് മൊബൈൽ ഇല്ലായിരുന്നു. എന്നിട്ടും സൗന്ദര്യമുള്ളതിന്റെ പുറകെ പോയി ബോധിച്ചതിനെ സ്വന്തമാക്കുവാൻ ഓടി നടന്ന അനേകര് അതേ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി ചത്തൊതുങ്ങിയപ്പോൾ കൃപ ലഭിച്ച നോഹ പെട്ടകത്തിൽ അതേ മഴ പെയ്തപ്പോ അതേ ലോക്ക്ഡൗൺ അല്ല, കൊറോണ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ, പക്ഷേ ആ പെട്ടകത്തിനകത്ത് സുരക്ഷിതമായി ഹല്ലേലൂയ ഒരു പെരുവെള്ളത്തിന് മുക്കുവാൻ കഴിയാത്ത നിലയിൽ സുരക്ഷിതനായിരിക്കുവാൻ കൃപ ലഭിച്ച നോഹയ്ക്ക് കഴിഞ്ഞെന്ന്. എന്താ കാര്യം എന്നറിയാമോ? കൃപ ലഭിച്ച നോഹ ദൈവ ശബ്ദം കേട്ട് അവൻ പറയുന്നതനുസരിച്ച് അവൻ കൊടുത്ത അളവില് പെട്ടകം പഴുത്. ഇന്ന് രാത്രി കൃപയുടെ പെട്ടകത്തിന്റെ വാതിൽ അടയ്ക്കപ്പെടുന്നതിന് മുമ്പ് കൃപമേൽ കൃപ പകരുന്നവർ ഇന്ന് രാത്രി അവന്റെ നിറവിനാൽ നിന്നെ നിറയ്ക്കുവാൻ ശക്തനായവർ, സമാധാനം കൊണ്ട് സന്തോഷം കൊണ്ട് ഇന്ന് രാത്രി നിന്നെ നിറയ്ക്കുവാൻ ശക്തനാ. ഹല്ലേലൂയ. അങ്ങനെ നോക്കണേ. ആമേൻ. നോഹയപ്പച്ചൻ ആമേൻ പെട്ടകം പൊങ്ങുമ്പോ അതിനകത്തിരുന്ന ആത്മാവിൽ ഞാൻ എന്റെ ആമേൻ അകത്ത് ഉള്ള ഒരു കാര്യം പറയുക. ആമേൻ പെട്ടകം പൊങ്ങുന്നതിനനുസരിച്ച് ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞ് നോഹയപ്പച്ചൻ ദൈവത്തെ അങ്ങ് സ്തുതിക്കുക. ആ വെള്ളത്തിന്റെ ഒഴുക്കനുസരിച്ച് പെട്ടകം ഇങ്ങനെ ഒലഞ്ഞ് മുമ്പോട്ട് പോകുമ്പോഴും അതിനകത്ത് ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. എന്താനന്ദം, എനിക്കെന്താനന്ദം, യേശുവിൻ കൂടെയുള്ള വാസം, ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാം പുതുജീവിതം. സന്താപമേറുമി ലോകേ ഞാനാകിൽ സ്വാമേനം താരും സുഖം. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ആരും സഹായിക്കും, ആരും സംരക്ഷിക്കും എന്നുള്ള ഭീതി എനിക്കില്ല. ഇന്ന് രാത്രി ഭീതിയുടെ നടുവിൽ, അകർച്ചയുടെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ ഞാനോ ലോകാവസാനത്തോടെ എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ എത്ര ആനന്ദമാണെന്നറിയാമോ? ഹല്ലേലൂയ. നാട്ടുകാരില്ലെങ്കിലും ആമേൻ കൂടെ പ്രിയനായ കർത്താവുണ്ടോ? ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് പകർന്നു കൊടുത്താൽ ഹല്ലേലൂയ. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്, അപ്പൊ കൃപയുണ്ടെങ്കിൽ ആമേൻ എന്ത് പ്രതികൂലമായാലും അതിന്റെ നടുവിൽ തളരാതെ തന്നെ നിൽക്കുവാനായിട്ട് നീ സാധിക്കും. ആമേൻ. ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് ആ കൃപയെ കുറിച്ച് അങ്ങ് വിടാം. ആമേൻ. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. കൃപയുള്ള മാതാവിന്റെ മുമ്പിൽ തന്റെ മകനെ വലിച്ചിഴച്ച് പുറമുഴവ് പോലെ ആമേൻ അടിച്ച് തകർത്ത് ആമേൻ ഹല്ലേലൂയ അവന്റെ വിലാപ്പുറത്ത് ആമേൻ കുത്തി തുളച്ചു. ആമേൻ. അവന് ദാഹിച്ചപ്പോൾ കൈപ്പ് കാടി കൊടുത്തു. ഇതൊക്കെ നോക്കി നിന്ന മാതാവ് ഹൃദയം പൊട്ടി അറ്റാക്ക് വന്ന് തീർന്നില്ലെന്ന്. കൃപയുണ്ടോ? കൃപയുണ്ടോ? രാത്രി കൃപയുള്ളവർ കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുക്കണം. അടിച്ച് തകർത്ത് വലിച്ച് ഇഴച്ച് അമ്മൻ അതേ പച്ച പൈമര കുരിശുമായി വീണും എഴുന്നേറ്റും പോകുന്ന തന്റെ പുത്രനെ കണ്ട് ആമേൻ മാതാവ് ആമേൻ ആ അമ്മ മറിയ ഹൃദയം പൊട്ടി. ആമേൻ. ഇല്ലെന്ന്, അയ്യോ എനിക്കിത് കാണാൻ വയ്യാന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് കോളാമ്പിക്കാർ അടിച്ച് തീർന്നില്ലെന്ന്, ഇല്ലെന്ന് ആ റെയിൽവേ ട്രാക്കിലേക്ക് ഓടി തീർന്നില്ലെന്ന്, ഇല്ലെന്ന്
ആ കശുമാവിന്റെ കൊമ്പിൽ അല്ലെങ്കിൽ ആ സീനിപ്പാലിൽ കെട്ടി തൂങ്ങിയില്ലെന്ന്. തന്റെ പുത്രനെ ഉദരത്തിൽ ഗുരുവാകുവാൻ ദൈവത്തിന്റെ ആ ദൂതൻ വന്ന് ഇടപെട്ടപ്പോൾ പറഞ്ഞു, നീ ഭാഗ്യവതിയാ, ലോകം നിന്നെ ഭാഗ്യവതി എന്ന് എന്ത് ചെയ്യാൻ പോവാ, പുകഴ്ത്തുവാൻ പോകുകയാ. ദുഷ്ടപിശാച് കൊണ്ടുവന്ന ചിന്തകൾക്ക് അവൾ ഇരയാകാതെ അവളുടെ കണ്ണിന്റെ മുമ്പിൽ തന്റെ മകനെ വലിച്ചിഴച്ചു കൊണ്ടുപോയി തകർക്കുന്നത് കണ്ടു നിൽക്കുവാനുള്ള ആ കൃപ ഇന്ന് രാത്രി മാതാവേ, ഉയരത്തിലെ കൃപ നിന്റെ മേലുണ്ടെങ്കിൽ ഭാഗ്യവതി എന്നുള്ള ദൂത കേട്ടെ. നീ ദൂത് കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് രാത്രി തുടർന്ന് അല്പസമയം ദൈവവചനത്തിന്റെ മുമ്പിലായിരിക്കുക. ദൈവം നിന്നോട് ഇടപെടാൻ പോകുകയാണ്. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നുവെന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. എവിടെയാ പകർന്നിരിക്കുന്നത്? നമ്മുടെ ഹൃദയങ്ങളിലാണ്. ഹല്ലേലൂയ. സമാധാനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി കയ്യേല് കെട്ടിയാലോ വിരലയിൽ ഇട്ടാലോ അല്ലെങ്കിൽ വീട്ടിൽ ഏതെങ്കിലും ഷെൽഫെ കൊണ്ട് വെച്ചാലോ വീട്ടിനകത്ത് സമാധാനം കിട്ടത്തില്ല കേട്ടോ, സന്തോഷം കിട്ടത്തില്ലല്ലോ. ചിലരൊക്കെ ധാരണ കുപ്പിക്കകത്ത് പച്ചക്കളറുള്ള ചെടിയുണ്ടല്ലോ, മറ്റേ നമ്മുടെ ഈ പിന്നെ ഒരു ടൈപ്പ് പുല്ലുണ്ടല്ലോ, അതുപോലെയുള്ള കുറച്ച് സാധനം കൊണ്ട് ഇങ്ങനെ വീട്ടിൽ വെച്ചാൽ വീട്ടിൽ എന്തുണ്ടാകും? ഭയങ്കര സന്തോഷം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹൃദയത്തിനകത്ത് സമാധാനം നിറയണമെങ്കിൽ, സന്തോഷം നിറയണമെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് രാത്രി നീ അറിയേണ്ടത് അറിയണം, നീ പ്രാപിക്കേണ്ടത് പ്രാപിക്കണം. നീ പറ്റിച്ചേരേണ്ടതിനോട് പറ്റിച്ചേരണം. അവൻ എന്നോട് പറ്റിയിരിക്കുകയാ, ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുക, ഞാൻ അവനെ ഉയർത്തും. ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. ഈ ലൈവിലൂടെ ഈ സന്ദേശം കേൾക്കുന്നവർ അറിയേണ്ടവനായ ക്രിസ്തുവിനെ അറിയണം, അവനോട് പറ്റിച്ചേരണം. അയ്യോ, നിങ്ങൾ ആരും എന്നോട് ചേരണ്ട കേട്ടോ. എന്നോട് ചേർന്നിട്ട് ഒരു കാര്യമില്ല. എന്റെ കാര്യം തന്നെ ദൈവമാ ചെയ്തു തരുന്നത്. ഇന്ന് രാത്രി എന്നെ നടത്തുന്ന എന്റെ ദൈവത്തോട് നിങ്ങൾ ഈ സന്ദേശം കേട്ട് ചേരുവാൻ തയ്യാറായാൽ എന്നെ നടത്തുന്ന ദൈവം നിങ്ങളെ നടത്തുവാൻ ശക്തൻ. സന്തോഷമുള്ളവർ കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമം. അപ്പോ യേശു കർത്താവിനെ അനുഗമിക്കുവാൻ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് ആദ്യം കിട്ടുന്ന ദാനമാണ് ആത്മാവെന്ന ദാനം. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? ഹല്ലേലൂയ. നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു എങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. ഇന്ന് രാത്രിയിലും ക്ഷമയോടെ കാത്തിരിക്കുന്നവർ ആ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട് നമുക്കറിയാം. നമ്മള് 3 നേരം ഇല്ല 2 നേരം അല്ലെങ്കിൽ 1 നേരം അരിയാഹാരം കഴിക്കാത്ത ആരുമില്ലല്ലോ. അരിയാഹാരം കഴിക്കുന്ന ഓരോ വ്യക്തികളും ചിന്തിക്കണം. എന്റെ വീട്ടിനകത്ത് അടുക്കളയിൽ ഊണുമേശയ്ക്കകത്ത് ഈ അരി ചോറായി ഇങ്ങനെ കൈകൊണ്ട് വായിലേക്ക് വെക്കുമ്പോ ഇതിന്റെ പിന്നിൽ കഷ്ടപ്പെട്ട ഒരുപാട് ആളുണ്ട്. അതേ കർഷകനുണ്ട്. അതേ അവിടെ വിത്ത് വിതച്ചവനുണ്ട്, കള പറിച്ചവരുണ്ട്, ഞാറ് നട്ടവരുണ്ട്, അത് മുറിച്ചെടുത്തവരുണ്ട്, അത് കൊയ്തവരുണ്ട്, അത് തല്ലി മെതിച്ച് കതിരാക്കി പതിര് മാറ്റി അത് മില്ലിക്കൊണ്ടുപോയി അരച്ച് അരിയാക്കി അതേ ഷോറൂമിലൂടെ കടകളിലൂടെ വിലയിട്ട് വീട്ടിനകത്ത് എത്തിച്ചപ്പോഴാണ് അത് ചോറായി എന്ത് ചെയ്യാൻ കഴിഞ്ഞത്. ഹല്ലേലൂയ. നോക്കട്ടെ, ഹല്ലേലൂയ. ആഹാരം കഴിക്കുമ്പോ വളരെ എളുപ്പമാണ്. പക്ഷെ അത് എങ്ങനെ? അപ്പൊ ഒരു കർഷകൻ ക്ഷമയോടെ വിത്ത് വിതച്ചിട്ട് നാളെ പോയി എനിക്കൊരു കുഞ്ഞുണ്ട്, 1 അല്ല 2 കുഞ്ഞ്. അതിലൊരു കുഞ്ഞ്, മൂത്ത കുഞ്ഞ് ചെറുപ്പത്തിൽ ഒരു വികൃതി ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? ഈ ചില തൈകളൊക്കെ ഈ നല്ല ചെടികളൊക്കെ കാണുമ്പോ ഉണ്ടല്ലോ അത് മേടിച്ചോണ്ട് വരും. ആന്റി തരുവോ? അങ്ങനെ ഈ നല്ല റോസക്കമ്പൊക്കെ എന്ത് ചെയ്യുന്നറിയോ? മേടിച്ചോണ്ട് വരും. എന്നിട്ട് മണ്ണിനകത്ത് കൊണ്ട് കുഴിച്ചു വിടും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഓടിപ്പോയിട്ട് അതിന്റെ മേളിൽ പിടിച്ച് ഒറ്റ പൊക്ക. എന്തിനാണെന്ന് ചോദിക്കുമ്പോ പറയും കിടുത്തോന്ന് നോക്കുക.
നോക്കണേ, മണ്ണിനകത്ത് കൊണ്ട് വെച്ചിരിക്കുന്ന, കിളുക്കാൻ വെച്ചിരിക്കുന്ന സാധനം പിടിച്ച് മേപ്പോട്ട് പൊന്തിച്ചിട്ട് എന്തിനാ കുഞ്ഞെ പൊന്തിക്കുന്നെന്ന് ചോദിക്കുമ്പോൾ പറയും കിളുത്തോന്ന് നോക്കുക. എന്താ കാര്യം? അടി വേര് വന്നോളൂ, വേഗം കിളുക്കുമല്ലേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി മനസ്സിലായവർ ആ കര ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞ്. ഇതുപോലെയാ ഹല്ലേലൂയ ചിലരുടെ ജീവിതം, ചിലരുടെ വിശ്വാസം. ഹല്ലേലൂയ. നോക്കണമേ, ഈ ഞാറ് ഈ ഞാറ് പറിച്ചിട്ട് എന്ത് ചെയ്യും? നട്ടിട്ട് പിന്നെ ചില മാസങ്ങൾ അതിന് പരിചരിക്കും. എന്നിട്ട് അതിന് കൊയ്തെടുക്കുമ്പോഴാണ് അതിന്റെ വിളവ് എന്ത് ചെയ്യാൻ പറ്റുന്നത്. ഹല്ലേലൂയ. അപ്പൊ ക്ഷമ വേണം കേട്ടോ. പ്രാർത്ഥിക്കുന്ന സഹോദരി മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന സഹോദര മടുത്തു പോകാതെ നീ എന്ത് ചെയ്യണം? ക്ഷമയുണ്ടെങ്കിൽ പറ്റത്തുള്ളന്നേ. വീണ് എഴുന്നേറ്റും അയ്യോ അടിച്ച് തകർക്കുന്നത് കണ്ടപ്പോ ഭാഗ്യവതി എന്ന് ലോകം നിന്നെ പുകഴ്ത്തുമെന്ന് പറഞ്ഞ ദൂത് കേട്ടവള്. നമ്മുടെ പത്രോച്ചൻ എന്ത് ചെയ്തെന്നറിയാമോ? നമ്മുടെ കർത്താവിനെ തീപ്പെട്ടി പന്തവുമായിട്ട് വന്ന് പിടിക്കുന്നത് കണ്ടപ്പോ ഒറേ കിടന്ന് വാളെടുത്ത് ഒരൊറ്റ വെട്ട. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട് നിന്റെ പോക്കറ്റ് വാളുണ്ടെങ്കിൽ സ്തോത്രം പറഞ്ഞ് എറിഞ്ഞു കളഞ്ഞിട്ട് വേണം മുമ്പോട്ട് പോകാൻ. മനസ്സിലായവർ സ്തോത്രം. വാളെടുക്കുന്നവൻ വാളാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലനോട് പറഞ്ഞു, അപ്പച്ചാ പത്രോസേ, ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് ദൈവസഭയ്ക്കകത്ത് കയറ്റാനുള്ള ഒരു വിളി നിന്റെ മേലുണ്ട്. അതുകൊണ്ട് ഒറയിൽ ഇട്ടോളാൻ പറഞ്ഞു. കത്തി കാണിച്ചിട്ട് ആരും എന്ത് ചെയ്യണ്ട. ഹലോ, ഇത് പരിശുദ്ധാത്മാവാണ് വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ എന്ത് ചെയ്യുന്നത്? ഉൽപ്പാദിപ്പിക്കുന്നത്. എന്താ? ഹല്ലേലൂയ. സമാധാനവും സന്തോഷവും. ഹല്ലേലൂയ. ആമേൻ. സമാധാനവും സന്തോഷവും സൃഷ്ടിക്കുന്നത് ആരാ? ഫിഷ് മാർക്കറ്റിൽ കിട്ടത്തില്ലെന്ന്, പച്ചക്കറി മാർക്കറ്റിലും കിട്ടത്തില്ലെന്ന്. ഇന്ന് അവിടെ നിന്ന് കിട്ടുന്നത് കൊറോണയാ, പേടിയാ. ഹല്ലേലൂയ. അതെ, ആമേൻ. അതെ, പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. സമാധാനവും സന്തോഷവും ദൈവത്തിന്റെ ആത്മാവാണ് സൃഷ്ടിക്കുന്നത്. ആത്മാവിന്റെ ഫലത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ ദൈവസഭയ്ക്ക് ലേഖനം എഴുതുവാൻ പറഞ്ഞപ്പോ എഴുതിയത് ഇങ്ങനെയാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യം. ഞാൻ ഇടയിൽ ഈ ഓർപ്പിക്കട്ടെ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിന്റെ വചനം. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവൻ, ദൈവത്തിന്റെ അരികിൽ വരുന്നവൻ, ദൈവം ഉണ്ടെന്ന് എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1:1. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:1. ആദ്യം വചനമുണ്ടായിരുന്നു, വചനം ദൈവവുമായിരുന്നു. അപ്പോ ഇന്ന് രാത്രി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ആരെ കുറിച്ചാണെന്ന് ചോദിച്ചാൽ സർവശക്തനായ ദൈവത്തെ കുറിച്ചാണ്. ഹല്ലേലൂയ. അപ്പോ ദൈവത്തിന്റെ വചനത്തിനകത്ത് എഴുതിയിരിക്കുന്നത് അത് ദൈവമാണ്. അതിന്റെ കാരണക്കാരൻ. അതുകൊണ്ട് ആ വചനത്തെ ദൈവതുല്യമായി കണ്ട് അതിന് കൊടുക്കേണ്ട റെസ്പെക്റ്റ് കൊടുത്ത്, ബഹുമാനം കൊടുത്ത് അത് വായിക്കാനും അത് വിശ്വസിക്കാനും അത് ഏറ്റെടുക്കുവാനും ആര് തയ്യാറാകുമോ അവരിന്ന് രാത്രി സമാധാനം കൊണ്ട് നിറയാൻ പോവാ, സന്തോഷം കൊണ്ട് നിറയാൻ പോവാ. ഞാൻ ചുമ്മാ പറയല്ല, വായിക്കാം. ഗലാത്യർ 5:22. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത. ഇന്ന് രാത്രി ആത്മാവിന്റെ ഫലം 1 സ്നേഹം വർദ്ധിക്കാൻ പോവാ. എന്നെ ആരും സ്നേഹിക്കാനില്ല എന്ന് പറഞ്ഞ് ഒതുങ്ങി കരഞ്ഞ് നടക്കുന്നില്ലേ? അകപ്പേ ദൈവ സ്നേഹം വർദ്ധിക്കാൻ പോവാ നിന്റെ വീട്ടിനകത്ത്, നിന്നിൽ. അടുത്തത് സന്തോഷം. കണ്ണുനീരും ദുഃഖവും മുറവിളിയും മാത്രമാണ് നിന്റെ വീട്ടിനകത്തെങ്കിൽ ആ ദൈവിക സമാധാനം കൊണ്ട്, ദൈവിക സന്തോഷം കൊണ്ട് ദൈവം നിന്നെ, നിന്റെ കുടുംബത്തെ, നിന്റെ ജീവിത പങ്കാളിയെ, നിന്റെ മക്കളെ നിറയ്ക്കുവാൻ ദൈവം ശക്തനാ. ഹല്ലേലൂയ. അടുത്തത് സമാധാനം. ഹല്ലേലൂയ. ദീർഘക്ഷമ, ക്ഷമിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടാ വീട്ടിനകത്ത് അലോഗ്യം വിട്ടുമാറാത്തത്.
പലതും തകർന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. ഞാൻ എൻ്റെ മക്കളെ കുറിച്ചൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നത് ആമേൻ എൻ്റെ അനുഭവമാണ്. ആമേൻ ചില സമയത്ത് ക്ഷമയില്ലാത്തത് കൊണ്ട് പല വീട്ടിലും പലതും എന്ത് ചെയ്യുന്നുണ്ട്, നശിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ ഇന്ന് രാത്രി ആമേൻ ദീർഘമായ ക്ഷമ ആത്മാവുള്ളവന്റെ അകത്തുണ്ട്. കരമടിച്ചൊന്ന് കർത്താവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത. ഹല്ലേലൂയ. 14-ാം അധ്യായം 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവ ദൈവരാജ്യത്തിന്റെ സ്വഭാവങ്ങളാകുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ഹല്ലേലൂയ. സ്വർഗത്തിലെ രാജ്യം ഭൂമിയിലും ആകണമേ. അല്ലല്ലേ? കർത്താവ് തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഹല്ലേലൂയ. അപ്പൊ ദൈവരാജ്യം എന്ന് പറയുന്നത് എന്തല്ല? ഭക്ഷണമല്ല, പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ഹല്ലേലൂയ. ഇരുവരും ക്രിസ്തു തന്റെ അനുസരണയുള്ള ശിഷ്യന്മാർക്ക് എന്താ? ഇരുവരും സമാധാനവും സന്തോഷവും, അല്ലെങ്കിൽ നീതിയും സമാധാനവും, അല്ലെങ്കിൽ സന്തോഷവും സമാധാനവും. ഈ രണ്ട് ആമേൻ കാര്യങ്ങൾ ഹല്ലേലൂയ ആമേൻ ദൈവം തന്റെ ശിഷ്യന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ആർക്കെ ലഭിക്കത്തുള്ളൂ? അനുസരണമുള്ളവർക്ക്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14:27 സമാധാനം ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? തന്നേച്ചു പോകുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയുമരുത്. ഇന്ന് രാത്രി ആരൊക്കെയോ കലങ്ങിയിരിക്കുകയാ, ഭ്രമിച്ചിരിക്കുക. കാരണം ആമേൻ ആ ശരീരത്തിലെ വേദനയാണ്. ഡോക്ടർ പറഞ്ഞ ആ കാര്യം അകത്ത് ആമേൻ കിടക്കുകയാ. അതുകൊണ്ട് ആമേൻ ഹൃദയം കലങ്ങിക്കൊണ്ടിരിക്കുകയാ, ഭ്രമിച്ചുകൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രി നിന്നെ നോക്കി സ്വർഗത്തിലെ ദൈവം പറയുന്നു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ആമേൻ. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഹല്ലേലൂയ. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഹല്ലേലൂയ. എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ആമേൻ. വിശ്വസിക്കൂ ദൈവമക്കളെ, വിശ്വസിക്കൂ സഹോദര, വിശ്വസിക്കൂ മാതാവേ, യൗവനക്കാരി. എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട്. അതുകൊണ്ട് അല്പസന്തോഷമുള്ളവർ, അല്പസമാധാനമുള്ളവർ പൂർണ്ണ സമാധാനത്തിലേക്ക്, പൂർണ്ണ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ എഴുതിയിരിക്കുന്ന വചനം ഇന്ന് രാത്രിയിലും ആത്മാവിൽ നിറഞ്ഞ് ഈ ലൈവിലൂടെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിരാശപ്പെട്ടിരിക്കുന്ന മാതാവേ, സഹോദര, സഹോദരി, കുഞ്ഞെ, ആ സന്തോഷത്തിന്റെ പൂർണ്ണതയിലേക്ക്, ആ സമാധാനത്തിന്റെ പൂർണ്ണതയിലേക്ക് നിന്നെ സ്വർഗം കൈപിടിച്ച് നടത്തുന്ന രാത്രി എന്ന് പറഞ്ഞാൽ എത്ര പേർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. വിശ്വാസികൾ ആമേൻ അപ്രകാരം നിറയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആ പൂർണ്ണമായ സന്തോഷത്തിലേക്ക്, പൂർണ്ണമായ സമാധാനത്തിലേക്ക് നിറഞ്ഞു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ മാത്രമേ ഹല്ലേലൂയ ആമേൻ മറ്റുള്ളവരോട് നല്ല നിലയിൽ ആമേൻ പെരുമാറാൻ, ഹല്ലേലൂയ, ദൈവത്തെ സ്തുതിക്കുവാൻ, ഹല്ലേലൂയ, അവന്റെ മഹത്വത്തിനായി ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുവാനും കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. അതിനാണ് ആമേൻ കർത്താവ് തന്റെ സമാധാനവും സന്തോഷവും ഹല്ലേലൂയ തന്റെ മക്കളുടെ മേൽ പകരുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. ഹല്ലേലൂയ. ആമേൻ. എന്റെയും നിങ്ങളുടെയും സമാധാനത്തെ കവർന്നെടുക്കുവാൻ നോക്കുന്ന ദുഷ്ട പിശാചിനെ പരാജയപ്പെടുത്തി ആ സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് ആമേൻ ഒരു ശിഷ്യനെ കൈപിടിച്ചു നടത്തുവാൻ കർത്താവിനെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രി ആ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഹല്ലേലൂയ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മീയമായും ശാരീരികമായും നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും പരിഹാരം നൽകുവാൻ ദൈവം മതിയായവരാണ്.
ആ ദൈവം വചനമായി ജഡമായി നമ്മുടെ ഇടയിൽ എത്തിയത്. അതുകൊണ്ട് ഞാനും നിങ്ങളും പരിഹാരമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന വിഷയങ്ങൾക്കും പരിഹാരം നൽകുവാൻ ഉതകുന്ന വചനം ഈ 66 പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ താഴോട്ടുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി പ്രവർത്തിക്കാനുള്ള ശരിയായ ചിന്തകളും ജ്ഞാനവും മാർഗനിർദ്ദേശവും നൽകിക്കൊണ്ട് രാവും പകലും ദൈവവചനത്തെ പോഷിപ്പിക്കുന്നതിനായി അല്ലെങ്കിൽ അതിനെ ഭക്ഷിക്കുന്നതിനായി അത് നമ്മളെ ബലപ്പെടുത്തുന്നതിനായി നമ്മളിൽ ആ ദൈവ സമാധാനവും ദൈവ സന്തോഷവും നിറഞ്ഞു വരുവാനായി ഉതകുന്ന കാര്യങ്ങളാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 1-ാം വാക്യം, മകനെ ജ്ഞാനത്തിന് ചെവി കൊടുക്കാം, ബോധത്തിന് നിന്റെ ഹൃദയം എന്ത് ചെയ്യാം, ചായ്ക്കുകയും ചെയ്യേണ്ടതിന്. എന്റെ വചനങ്ങളെ കൈക്കൊണ്ട് എന്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ച നീ ബോധത്തിനായി വിളിച്ച് വിവേകത്തിനായി ശബ്ദം ഉയർത്തുന്നുവെങ്കിൽ, അതിനെ വെള്ളിയെപ്പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെ പോലെ തിരിയുന്നുവെങ്കിൽ. ഹല്ലേലൂയ. അപ്പൊ ഒരു മനുഷ്യന്റെ ശാരീരികമായ, മാനസികമായ, ഭൗതികമായ എല്ലാ മേഖലയിലും സമാധാനവും സന്തോഷവും നിറഞ്ഞു വരുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യണം? ജ്ഞാനത്തിന് ചെവി കൊടുക്കണം, ബോധത്തിന് നിന്റെ ഹൃദയം എന്ത് ചെയ്യണം, ചായ്ക്കുകയും ചെയ്യേണ്ടതാണ്. എന്റെ വചനങ്ങളെ കൊണ്ട് എന്റെ കൽപ്പനകളെ എന്റെ വചനങ്ങളെ കൈക്കൊണ്ട് എന്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചാൽ. അപ്പൊ ഇന്ന് രാത്രി കേൾക്കുന്ന വചനം എന്ത് ചെയ്യണം? കൈക്കൊള്ളണം, സ്വീകരിക്കണം. ഹല്ലേലൂയ. ആമേൻ. അശ്രദ്ധയോ മടിയോ ആമേൻ ഒരു ലൗകികമായ ജീവിതമോ ജ്ഞാനവും വിവേകവും എന്ത് ചെയ്യത്തില്ല, നേടുവാനായിട്ട് അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം 28-ാം അധ്യായം അതിന്റെ 12 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, എന്നാൽ ജ്ഞാനം എവിടെ കണ്ടുകിട്ടും, വിവേകത്തിന്റെ ഉത്ഭവ സ്ഥാനം എവിടെ, അതിന്റെ വില മനുഷ്യൻ അറിയുന്നില്ല, ജീവനുള്ളവരുടെ ദേശത്ത് അതിനെ കണ്ടെത്തുന്നില്ല, അത് എന്നിൽ ഇല്ല എന്ന് ആഴി പറയുന്നു, അത് എന്റെ പക്കൽ ഇല്ല എന്ന് സമുദ്രവും പറയുന്നു. തങ്കം കൊടുത്താൽ അത് കിട്ടുന്നതല്ല, അതിന്റെ വിലയായി വെള്ളി തോക്കി കൊടുക്കാറുമില്ല. ഓഫീർ പൊന്നോ വിലയേറിയ ഗോമേതകമോ നീലരക്തമോ ഒന്നും അതിന് ഈടാകുന്നതല്ല. സ്വർണവും സ്ഫടികവും അതിനോട് ഒക്കുന്നില്ല. തങ്കം കൊണ്ടുള്ള പണ്ടങ്ങൾക്ക് അതിനെ മാറിക്കൊടുപ്പാറുമില്ല. പവഴത്തിന്റെയും പളുങ്കിന്റെയും പേർ മിണ്ടുക വേണ്ട. ജ്ഞാനത്തിന്റെ വില മുത്തുകളിലും കവിഞ്ഞതല്ലോ. കൂശിന്റെ പുഷ്പൻ ആകം അതിനോട് ഒക്കുന്നില്ല. തങ്കം കൊണ്ട് അതിന്റെ വില മതിക്കാവുന്നതുമല്ല. പിന്നെ ജ്ഞാനം എവിടെ നിന്ന് വരുന്നു? വിവേകത്തിന്റെ ഉത്ഭവ സ്ഥാനം എവിടെ? അത് സകല ജീവികളുടെയും കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്നു. ആകാശത്തിലെ പക്ഷികൾക്ക് അത് ഗുപ്തമായിരിക്കുന്നു. ഞങ്ങളുടെ ചെവി കൊണ്ട് അതിന്റെ കേൾവി കേട്ടിട്ടുണ്ട് എന്ന് നരകവും മരണവും പറയുന്നു. ആമേൻ. ദൈവം അതിന്റെ വഴി അറിയുന്നു. അതിന്റെ ഉത്ഭവ സ്ഥാനം അവന് നിശ്ചയമുണ്ട്. അവൻ ഭൂമിയുടെ അറ്റങ്ങളോളവും നോക്കുന്നു, ആകാശത്തിന്റെ കീഴിലേക്കും കാണുന്നു. അവൻ കാറ്റിനെ തൂക്കി നോക്കുകയും വെള്ളത്തിന്റെ അളവ് നിശ്ചയിക്കുകയും ചെയ്യുന്നു. അവൻ മഴയ്ക്ക് ഒരു നിയമവും ഇടിമിന്നലിന് ഒരു വഴിയും ഉണ്ടാക്കിയപ്പോൾ അവൻ അത് കണ്ട് വർണ്ണിക്കുകയും അത് സ്ഥാപിച്ച് പരിശോധിക്കുകയും ചെയ്തു. കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം, ദോഷം അകന്ന് നടക്കുന്നത് തന്നെ വിവേകം എന്ന് അവൻ മനുഷ്യനോട് അരുളി ചെയ്തു. ഹല്ലേലൂയ. കർത്താവിനോടുള്ള ഭക്തി തന്നെ എന്താകുന്നു? ജ്ഞാനം.
ദോഷം അകന്നു നടക്കുന്നത് തന്നെ വിവേകമെന്ന് അവൻ മനുഷ്യനോട് അരുളി ചെയ്തു. ഹല്ലേലൂയ. യഹോവ ഭക്തി നിർമ്മലമായതാണ്, അത് എന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേങ്കട്ടയിലും മധുരമുള്ളവ. 1000 പൊൻവെള്ളി നാണയത്തേക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായപ്രമാണം എനിക്കുത്തമം. വെള്ളിയേക്കാൾ എന്റെ പ്രബോധനവും മേത്തരമായ പൊന്നിനേക്കാൾ പരിജ്ഞാനവും കൈക്കൊള്ളുവിൻ. ഹല്ലേലൂയ. നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അവർ ക്രിസ്തു എന്ന ദൈവ ആ മർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നുവെന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. ആമേൻ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ഈ ഭൂമിയിൽ കർത്താവിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാകുവാൻ വിശ്വസ്തനം തന്നെ വേലക്കാക്കി വെച്ച നാളുകളിൽ, ഹല്ലേലൂയ, ആ കർത്താവ് തന്റെ അഭിഷക്തനെ ആമേൻ എപ്രകാരം നടത്തി ആമേൻ എന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നുവെന്ന് നിങ്ങൾ അറിവാൻ ഞാൻ എന്ത് ചെയ്യുന്നു? ഇച്ഛിക്കുന്നു. അപ്പൊ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു പോരാട്ടത്തിന്റെ ജീവിതമാണ്. ഹല്ലേലൂയ. ഇന്ന് പകലിലും ആമേൻ പോരാടി പരാജയപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല, പോരാടി ജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ആമേൻ ആയിരിക്കാൻ ഉന്നതമായി വിളികെട്ട് ഇറങ്ങിത്തിരിച്ച ദൈവവൈതലേ, നിനക്ക് പോരാട്ടമുണ്ട്. ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടല്ല, അധികാരങ്ങളോട്. ഹല്ലേലൂയ. പിന്നെ അധികാരങ്ങളോടും ദുഷ്ടാത്മസേനകളോടും. ഹല്ലേലൂയ. ആമേൻ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെട്ടുകൊണ്ട് ആമേൻ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതലിന് ഇന്ന് രാത്രി പോരാടി പരാജയപ്പെടാതെ അതെ പോരാടി നിൽക്കുന്ന അന്ധകാരത്തിന്റെ മണ്ഡലങ്ങൾ തേർവാഴ്ച നടത്തുന്ന ആമേൻ അവന്റെ ആമേൻ അതേ നാട്ടിൽ ജയത്തോടെ ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ഭക്തന്റെ കാലുകൾക്ക് ഫലം നൽകുന്ന ദൈവം, സമാധാനം കൊണ്ട് നിറയ്ക്കുന്ന ദൈവം, സന്തോഷം കൊണ്ട് നിറയ്ക്കുന്ന ദൈവം ഇന്ന് രാത്രി അവന്റെ വചനത്തിന്റെ ശക്തിയെ വിശ്വസിക്കുന്ന നിന്റെ മേൽ പകർന്ന് ജയത്തോടെ നയിപ്പാൻ ശക്തനായവൻ ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യം പകരുന്ന രാത്രി വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. അവന് ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങൾ ഒക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. മനുഷ്യർ തങ്ങളുടെ ജീവിതകാലം ആമേൻ മുഴുവൻ സമ്പത്തിന്റെ പരിശ്രമത്തിൽ ചെലവഴിക്കുകയും ആമേൻ അവരുടെ ആ വിഡ്ഢിത്തത്തിൽ അവരുടെ ശവക്കുഴികളിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, ആ അമൂല്യമായ ജ്ഞാനം കൂടാതെ അവർ അന്വേഷിച്ചിരുന്നെങ്കിൽ അവർക്ക് ആമേൻ ഉണ്ടാകുമായിരുന്നു. മറ്റെന്തെങ്കിലും നാം ചോദിച്ചാലും ആമേൻ ഇല്ലെങ്കിലും ആമേൻ നമുക്ക് ഉത്സാഹത്തോടെ ജ്ഞാനത്തോടെ അതെ തീഷ്ണതയോടുകൂടി ഹല്ലേലൂയ ആ ജ്ഞാനം പ്രാപിക്കുവാൻ, ആ പരിജ്ഞാനം പ്രാപിക്കുവാൻ ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ലോകം വെട്ടിപ്പിടിക്കുവാൻ ഓടുന്ന വ്യഗ്രതയിൽ പലരും ശവക്കുഴിയിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ ഇരിക്കുന്നിടത്ത് കൊണ്ടിരുത്താമെന്ന് പറഞ്ഞ കർത്താവിന്റെ വരവ് ആസന്നമായി കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ അനുസരണമുള്ളവരുടെ മേൽ പകരുന്ന ആത്മാവിന്റെ ആ നിറവിനാൽ നിറഞ്ഞു വരുന്ന സമാധാനവും സന്തോഷവും അനുഭവിക്കുവാൻ വിളികെട്ടിറങ്ങിത്തിരിച്ചിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, അഭിഷക്തനെ, മാതാവേ, പിതാവേ, സഹോദര സഹോദരി, വഴിയിൽ ആമേൻ നിന്നെ വലയ്ക്കകത്ത് കുരുക്കി ആമേൻ നിന്നെ തകർക്കുവാൻ ചിലന്തി വല കെട്ടുന്നത് പോലെ കെട്ടിക്കൊണ്ടിരിക്കുന്ന ആ പ്രതികൂലത്തിന്റെ ആ വലയ്ക്കകത്ത് നിന്ന് പുറത്തേക്ക് നിന്നെ കൈപിടിച്ച് അതേ നടത്തുവാൻ ശക്തനായവൻ ഇന്ന് രാത്രി അവന്റെ മുഴു സാന്നിധ്യവുമായി ഇറങ്ങി വന്നിരിക്കുകയാണ്. അവന്റെ സാന്നിധ്യം എത്ര പേർ അനുഭവിക്കുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ യഹോവ ഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും. ഹല്ലേലൂയ. അതെ യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്, അവന്റെ വായ്
വായിൽ നിന്നും പരിജ്ഞാനവും വിവേകവും വരുന്നു. അവൻ നേരുള്ളവർക്ക് രക്ഷ സംഗ്രഹിച്ചു വെക്കുന്നു. നിഷ്കളങ്കമായി നടക്കുന്നവർക്ക് അവനൊരു പരിച തന്നെ. ഹല്ലേലൂയ. അവൻ ന്യായത്തിന്റെ പാതകളെ കാക്കുന്നു. തന്റെ വിശുദ്ധന്മാരുടെ വഴിയെ അവൻ സൂക്ഷിക്കുന്നു. വഴിയിൽ പതിയിരുന്ന നിന്നെ തകർക്കുവാൻ, തള്ളിയിടുവാൻ നോക്കുന്ന പാതയിൽ നിന്റെ കാല് കല്ലിൽ തട്ടാതെ, കണ്ണിനെ കണ്ണുനീരിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിക്കുവാൻ ശക്തനായവൻ ന്യായത്തിന്റെ പാതകളെയാ കാക്കുന്നത്. അന്യായമായി വിതയ്ക്കുന്നവൻ ഹല്ലേലൂയ അന്യായമായി കൊയ്യോ, ന്യായമായി വിധിക്കുന്നവൻ ന്യായമായി കൊയ്യോ. ഇന്ന് രാത്രി ഈ പകൽ എപ്രകാരമായിരുന്നു ജീവിതമെന്ന് ചിന്തിച്ചു നോക്കാം. ഈ നാളിതുവരെ ആമേൻ അതെ ന്യായത്തിന്റെ പാതകളിൽ പിന്തുടരുവാൻ കഴിയാതായിരുന്ന എന്നെയും നിന്നെയും അതെ ന്യായത്തിന്റെ പാതയിൽ നടക്കുവാൻ യോഗ്യതയുള്ളവരാക്കി മാറ്റുവാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സർവശക്തനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഹല്ലേലൂയ തന്റെ വിശുദ്ധന്മാരുടെ വഴിയെ എന്ത് ചെയ്യുന്നു? സൂക്ഷിക്കുന്നു. അങ്ങനെ നീ നീതിയും ന്യായവും നേരും സകല സന്മാർഗവും ഗ്രഹിക്കും. ഹല്ലേലൂയ. ജ്ഞാനം നിന്റെ ഹൃദയത്തിൽ പ്രവേശിക്കും. പരിജ്ഞാനം നിന്റെ മനസ്സിന് ഇമ്പമായിരിക്കും. ആമേൻ. വകതിരിവ് നിന്നെ കാക്കും. വിവേകം നിന്നെ സൂക്ഷിക്കും. ആമേൻ. അത് നിന്നെ ദുഷ്ടന്റെ വഴിയിൽ നിന്നും വികടം പറയുന്നവരുടെ കൂട്ടത്തിൽ നിന്നും വിടുവിക്കും. അവർ ഇരുട്ടുള്ള വഴികളിൽ നടക്കേണ്ടതിന് നേരെയുള്ള പാത വിട്ടുകളയുകയും ദോഷപ്രവൃത്തിയിൽ സന്തോഷിക്കുകയും ദുഷ്ടന്റെ വികടങ്ങളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നു. അവർ വളഞ്ഞ വഴിക്ക് പോകുന്നവരും ചൊവ്വില്ലാത്ത പാതയിൽ നടക്കുന്നവരുമാകുന്നു. ഹല്ലേലൂയ. അത് നിന്നെ പരസ്ത്രീയുടെ കയ്യിൽ നിന്നും ചക്കര വാക്കു പറയുന്ന അന്യ സ്ത്രീയുടെ വശത്തു നിന്നും വിടുവിക്കും. അവൾ തന്റെ യൗവനകാന്തനെ ഉപേക്ഷിച്ച് തന്റെ ദൈവത്തിന്റെ നിയമം മറന്നു കളഞ്ഞിരിക്കുന്നു. ആമേൻ അവളുടെ വീട് മരണത്തിലേക്കും അവളുടെ പാതകൾ പ്രേതന്മാരുടെ അടുക്കിലേക്കും ചാഞ്ഞിരിക്കുന്നു. അവളുടെ അടുക്കൽ ചെല്ലുന്ന ഒരുത്തനും മടങ്ങി വരുന്നില്ല. ജീവന്റെ പാതകളെ പ്രാപിക്കുന്നതുമില്ല. അതുകൊണ്ട് നീ സജനത്തിന്റെ വഴിയിൽ നടന്ന് നീതിമാന്മാരുടെ പാതകളെ ആമേൻ പ്രമാണിച്ചു കൊള്ളുക. നേരുള്ളവർ ദേശത്ത് വസിക്കും. നിഷ്കളങ്കന്മാർ ഹല്ലേലൂയ ആമേൻ അതിൽ ശേഷിച്ചിരിക്കും. ആമേൻ. എന്നാൽ ദുഷ്ടന്മാർ ദേശത്ത് നിന്ന് ഛേദിക്കപ്പെടും. ദ്രോഹികൾ അതിൽ നിന്ന് നിർമൂലമാകും. ഹല്ലേലൂയ. ഇന്ന് രാത്രി വായിച്ച് കേൾപ്പിക്കുന്ന വചനം ആമേൻ തിരസ്കരിക്കാതെ അനുസരിക്കുക. ഹല്ലേലൂയ. അതിനെ ബഹുമാനിക്കുക, അതിനെ ഉൾക്കൊള്ളുവാൻ ആര് തയ്യാറാകും? അവരിലാണ് സമാധാനം നിറയുന്നത്, അവരിലാണ് സന്തോഷം നിറയുന്നത്. കൃപ ലഭിച്ചവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ആമേൻ. നാം പ്രാരംഭത്തിൽ വായിച്ച വേദഭാഗം ഹല്ലേലൂയ ദൈവവചനം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എന്ത് ചെയ്യുന്നു? പഠിപ്പിക്കുന്നു. ആമേൻ. എങ്ങനെയാ? പ്രാരംഭത്തിൽ വായിച്ച വാക്യം ഒന്ന് വായിച്ചു. 15-ാം അധ്യായം 13-ാം വാക്യം. റോമാലേഖനം 15-ാം അധ്യായം 13-ാം വാക്യം. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. പ്രാരംഭത്തിൽ ആമേൻ നാം വായിച്ച ആ ദൈവവചനം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എന്ത് ചെയ്യുന്നു? പഠിപ്പിക്കുന്നു. പ്രത്യാശ നൽകുന്ന ദൈവമേ, പരിശുദ്ധാത്മാവിനെ പകരുന്ന കർത്താവേ, ഓ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കുമാറാകട്ടെ. ഇന്ന് രാത്രി അപ്രകാരം പ്രാർത്ഥിക്കുവാൻ എത്ര പേർക്ക് കഴിയും? ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് പ്രത്യാശയിൽ വർദ്ധിക്കുക. അവിടുത്തെ കൃപയ്ക്കായി രാത്രി എത്ര പേർ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ്? ഹല്ലേലൂയ. പ്രാർത്ഥിക്കുവാനും ആമേൻ ആ പ്രാർത്ഥനയിലൂടെ അത് നേടിയെടുക്കുവാൻ ഹല്ലേലൂയ സമയം കണ്ടെത്തി ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുവാൻ എത്ര പേർ ഇന്ന് രാത്രി തയ്യാറാകും? ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നതിലൂടെ ഹൃദയത്തിൽ ആമേൻ എല്ലാ സന്തോഷവും സമാധാനവും നിറയുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. കാരണം അത് ദൈവത്തിന്റെ ആമേൻ വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ എല്ലാ വാഗ്ദാനങ്ങളും
ആമേൻ. അതെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആമേൻ നിറവേറുന്നത് വരെ ഹല്ലേലൂയ. ഒരു കർഷകൻ അതെ മഴയ്ക്കായി കാത്തിരിക്കുന്നത് പോലെ പിന്മഴയും മുൻമഴയും അത് അനുഗ്രഹമായി തീരുന്നത് പോലെ ഹല്ലേലൂയ. അതെ, കാത്തിരിക്കുന്നവർ ആ സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സങ്കടകരമായ സാഹചര്യങ്ങളെ ആമേൻ സന്തോഷമുള്ളതാക്കി മാറ്റുവാൻ ഉലകത്തിൽ ഒരേ ഒരു നാമം ധരിച്ചവനെ കഴിയത്തുള്ളൂ. അത് യേശു എന്ന നാമം ധരിച്ചവനാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി എന്നെയും നിങ്ങളെ സഹായിക്കുവാനുള്ള ആമേൻ ശരിയായ ഒരു അന്തരീക്ഷം ആമേൻ അതെ സൃഷ്ടിക്കുവാൻ ആ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ജീവിതത്തിലെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പൂർത്തീകരിക്കുവാൻ അത് വേഗത്തിൽ അതെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ ആമേൻ അതെ ആഗ്രഹിക്കുന്നവർ ഇന്ന് രാത്രി കേട്ട വചനത്തിന് മുമ്പാകെ സമർപ്പിക്കുവാൻ തയ്യാറാകൂ. ഹല്ലേലൂയ. ആ വചനം അംഗീകരിക്കുവാൻ തയ്യാറാകൂ. ഹല്ലേലൂയ. അത് ഏറ്റെടുത്ത് ജീവിക്കുവാൻ തയ്യാറാകുന്നവർ ഹല്ലേലൂയ കണ്ണുകളെ അടച്ചാട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. 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 വാഗ്ദത്തങ്ങൾ വിശ്വസ്തൻ, വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു, ഞങ്ങളുടെ ആശകളെല്ലാം പോയി. എന്നാൽ ഇന്ന് രാത്രി ആശയറ്റ് കഴിയുന്നവർക്ക് ആശ നൽകുന്ന, പ്രത്യാശ നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന ജീവന്റെ വചനം ഇന്ന് രാത്രി ആമേൻ കേൾപ്പിച്ച് അത് കണ്ണുകളെ തുറന്ന് പ്രകാശിപ്പിച്ചതിനായി നന്ദി പറയുന്ന കർത്താവേ, അവിടുത്തെ എല്ലാ വാഗ്ദാനങ്ങളും ജീവിതത്തിൽ യേശുവിൻ നാമത്തിൽ ആമേൻ ആശ്രയിക്കുന്നവരുടെ ജീവിതത്തിൽ നിറവേറുന്നതുവരെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ. അതേ കവിഞ്ഞൊഴുകുന്ന ആ സമാധാനം, ആ സന്തോഷം ഹല്ലേലൂയ പ്രാപിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ആത്മാവിന്റെ ഒരു കവിഞ്ഞൊഴുക്കുന്ന രാത്രി കാത്തിരിക്കുന്ന തന്റെ വൃദ്ധന്മാരുടെ മേൽ, തന്റെ ശിഷ്യന്മാരുടെ മേൽ പകർന്നതുപോലെ ഇന്ന് രാത്രി മുഴങ്ങാൽ മടക്കി ഹല്ലേലൂയ ആശയറ്റവരായി, പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായി, മുട്ടിയ വാതിലുകളെല്ലാം കൊട്ടി അടയപ്പെട്ടവരായി ഹല്ലേലൂയ ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ ആമേൻ ജീവിതത്തിൽ ഹല്ലേലൂയ ഇന്ന് രാത്രി പ്രത്യാശ നൽകുന്ന ജീവന്റെ വചനം ആമേൻ അത് കേട്ട് വിശ്വസിക്കുന്നവരുടെ മേൽ ആത്മനദിയുടെ പ്രവാഹം ഒഴുകട്ടെ. നദി ഒഴുകി ചെല്ലുന്നിടത്തേക്ക് ചലിക്കുന്ന പ്രാണികൾ ഉണ്ടെന്ന് അരുളി ചെയ്ത ദൈവവചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ഇന്ന് രാത്രി സമാധാന സന്തോഷം ആമേൻ നിറയത്തക്ക വിധത്തിൽ വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് രാത്രി അത് വ്യാപരിപ്പാൻ ഇടയായി തീരട്ടെ. നമ്മുടെ നാമങ്ങളിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കണ്ണുനീർ മാറട്ടെ. ഹന്ന കരഞ്ഞത് കേട്ടത് ആമേൻ ഞങ്ങൾ പാടിയതുപോലെ ഇന്ന് രാത്രി അവിടുത്തെ ആത്മാവ് അങ്ങ് അവിടുത്തെ ആ നിറവിനാൽ നിറച്ച് ആമേൻ ആ സന്തോഷത്തിന്റെ ആ സമാധാനത്തിന്റെ പരിപൂർണതയിലേക്ക് ചില വ്യക്തികൾ മാറ്റപ്പെടട്ടെ കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി രോഗികൾ സൗഖ്യമാകട്ടെ, പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ, പാപികൾ മനം തിരിയട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. തലമുറകളില്ലാത്തവർക്ക് തലമുറകൾ ഉണ്ടാകട്ടെ. ഭാവി ആമേൻ പ്രത്യാശ നഷ്ടപ്പെട്ടവർ, പ്രതീക്ഷ നഷ്ടപ്പെട്ടവർ ഇന്ന് രാത്രി പ്രത്യാശയുള്ളവരായി മാറട്ടെ. മഹത്വം അവിടത്തേക്ക് അർപ്പിക്കും. അടിയങ്ങൾക്കായി കാൽവരി ജീവൻ അർപ്പിച്ചു പുന്നയിച്ച കർത്താവിൻ നാമത്തിൽ താഴ്മയാകുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി നിങ്ങൾ കേട്ട വചനം വിശ്വസിക്കുക. ആ സന്തോഷത്തിന്റെ ആ പരിപൂർണതയുടെ അനുഭവത്തിലേക്ക് ഇന്ന് രാത്രി ദൈവം നിങ്ങളെ നിറച്ചിരിക്കുകയാണ്. ആമേൻ. നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തുന്ന എല്ലാ വിഷയങ്ങളും നീങ്ങി ഹല്ലേലൂയ നിങ്ങൾ പ്രത്യാശയുള്ളവരായി ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിലുള്ള ഒരാത്മാവിന്റെ പകർച്ച ഇന്ന് രാത്രി ദൈവം അയച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുത്ത് ആമേൻ. അതെ, യൂട്യൂബിൽ സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താത്തവർ ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ
9744703489 എന്ന നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്. നാളെ വെള്ളിയാഴ്ചയാണല്ലോ, നാളെ പകൽ 11:30 മണിക്ക് ശേഷം ആമേൻ മധ്യസ്ഥ പ്രാർത്ഥനയും ദൈവോധന ശുശ്രൂഷയും ഉണ്ടായിരിക്കുന്നതായിരിക്കും. കർത്താവിന്റെ ദാസൻ ഷീജ ഷിജു മധ്യസ്ഥ പ്രാർത്ഥനയും അതിന് ശുശ്രൂഷയുമായി കടന്നു വരും. ഗുഡ് നൈറ്റ്. ഗോഡ് ബ്ലസ് യു. ശുഭരാത്രി.